കോളേജ് ആണോ അതോ സ്കിൽസ് ആണോ ബേസിക്കലി വേണ്ടത്? വാട്ട്സ് യുവർ ടേക്ക്? ഹൗ മച്ച് മണി വിൽ മേക്ക് യു ഹാപ്പി ഓർ വിൽ മണി ആക്ച്വലി മേക്സ് യു ഹാപ്പി? ഭയങ്കര ചോദ്യമാണല്ലോ ഇത്. ഞാൻ കുറേ അധികം ചിന്തിച്ച് ഒരു വിഷയമാണ്. ലംബോർഗിനിയിൽ ഇരുന്ന് കരയുന്നതാണ് റോഡ് സൈഡിൽ വീടില്ലാതിരുന്ന് കരയുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയും. പാഷൻ എങ്ങനെയാണ് ഷാരിക്ക് കാണുന്നത്? പാഷൻ പലപ്പോഴും പലരും വേണ്ടാത്ത രീതിയിലൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചൊന്ന് ഓവർകില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷയമാണ്. എങ്ങനെ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കാം? ഇത് ഞാൻ കുറേ നോക്കിപ്പോയിട്ടുള്ളൊരു സംഭവമാണ്. ലാലേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ് ആവണം. അങ്ങനെ സെറ്റ് ആവുമെന്ന് ഷാരിക്കിന് തോന്നുന്നുണ്ടോ? ഷാരിക്ക് ഇപ്പോഴാണ് കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ വിച്ച് കോഴ്സ് വിൽ യു സ്റ്റഡി? ഞാൻ എപ്പോഴും കോഴ്സിനേക്കാൾ മുകളിൽ വെക്കുന്ന വ്യക്തിയാണ്. അതാണ് എന്നെ ജീവിതം പഠിപ്പിച്ചിട്ടുള്ള സാധനം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഹീറ്റഡ് ടോപ്പിക് അമോങ് യൂത്ത്. ഓക്കെ, ഇന്നത്തെ കാലത്ത് കോളേജിലൊക്കെ പോയിട്ട് കാര്യമുണ്ടോ? കോളേജ് ആണോ അതോ സ്കിൽസ് ആണോ ബേസിക്കലി വേണ്ടത്? വാട്ട്സ് യുവർ ടേക്ക്? അതെ, കുറേ അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണല്ലോ അല്ലേ. അത് ഞാൻ വേറെ എവിടെയോ പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഇങ്ങനെ കുറേ ഗ്ലോറിഫൈ ചെയ്യപ്പെടും ഡ്രോപ്പ് ഔട്ട്സിനെയും കോളേജിൽ പോകാത്തതിനെയും. കോളേജിൽ പോയില്ല എങ്കിലും ജീവിതത്തിൽ നന്നാകാൻ പറ്റും എന്നുള്ളതൊക്കെ വളരെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ കൂടി നിൽക്കുമ്പോഴാണ് ഈ ചർച്ച കുറേ കൂടെ പ്രസക്തമാവുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കോളേജിൽ പോകണോ സ്കില്ല് ഫോക്കസ് ചെയ്യണോ എന്നുള്ള ചോദ്യത്തെക്കാൾ ഉപരി നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ, നന്നാകണം, എവിടെയെങ്കിലും എത്തണമെന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി കുറേ കാര്യങ്ങൾ നമുക്ക് വേണം. സ്കിൽസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നല്ല എൻവയോൺമെൻറ്റ് വേണം, കുറേ ട്രിഗേഴ്സ് വേണം, കുറേ എക്സ്പോഷർ വേണം. അതെല്ലാം കൂടി വരുമ്പോഴാണ്. കാരണം ഈ കോളേജിൽ പോകുന്നു എന്നുള്ള ചോദ്യം വരുന്നത് 21 അല്ലെങ്കിൽ 18ാമത്തെ വയസ്സിലാണ് അല്ലേ. 18ാമത്തെ ഒരു വയസ്സിലെന്നുള്ള സ്ഥിതിയിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് സ്കില്ലിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിന് പോലും ശരിക്കും ഉത്തരമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏത് സ്കില്ല് വേണം, ഏത് ടാൻജന്റിൽ കരിയർ ഡെവലപ്പ് ചെയ്യണം, എവിടേക്ക് പോകണം, ജീവിതം എന്താകണം എന്ന് പോലും അറിയാത്തൊരു അവസ്ഥയാണ് 18 വയസ്സ്. അപ്പോൾ ഞാൻ പറയും കോളേജിൽ തന്നെ പോകണം. കോളേജിൽ പോകണം എന്നുള്ള ഉത്തരം ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് എത്തിപ്പെടണം, കുറേ നല്ല ആൾക്കാരുടെ ഇടയിലും നല്ലൊരു എൻവയോൺമെന്റിലും എത്തിപ്പെടണം എന്നുള്ളത്. നല്ല കോളേജിൽ പോകണം. അതെ, അപ്പോൾ നല്ല കോളേജാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അതിനുള്ള ഉത്തരം. ഇല്ലെങ്കിൽ എവിടെയാണ് ഒരു സ്ഥലത്തിനുള്ളിൽ ഒരു 3-4 വർഷത്തേക്ക് ഏറ്റവും നല്ല ആൾക്കാരുടെ ഇടയിൽ, ഏറ്റവും ചിന്തിക്കുന്ന ഒരു എൻവയോൺമെന്റിന്റെ ഇടയിൽ നമുക്ക് എവിടെ എത്താൻ പറ്റും? അതൊരു നല്ല കോളേജ് ഓഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉത്തരം പറയും കോളേജ് തന്നെ ആകണം, നല്ലൊരു കോളേജ് തന്നെ ആകണം. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിന് ഒരു പ്രശ്നമുണ്ട്. ഷാരിക്ക് പറഞ്ഞതുപോലെ കോളേജ് ഓർ സ്കില്ലിംഗ്, അങ്ങനെ ഒരു ഓറിട്ട് ചോദിക്കേണ്ട ഒരു സംഭവമാണോ അതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് എന്നൊരു റിപ്പോർട്ടുണ്ട്. അവരോരോ വർഷങ്ങളും പുറത്തിറക്കുന്നത്. ഈ വർഷം അവർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് വാട്ട് ആർ ദ ടോപ്പ് 5 സ്കിൽസ് എംപ്ലോയീസ് ആർ ലുക്കിംഗ് ഫോർ. ഏറ്റവും എംപ്ലോയീസ് നോക്കുന്ന 5 ടോപ്പ് സ്കിൽസ് എന്താണ്? അപ്പോൾ എന്തായിരിക്കും? ഈസ് ഇറ്റ് AI, ഈസ് ഇറ്റ് ഡാറ്റ സയൻസ്? ഇതൊന്നുമല്ല. ദ ഫസ്റ്റ് തിങ് ഈസ് അനലിറ്റിക്കൽ തിങ്കിങ്. ദ സെക്കൻഡ് തിങ് ഈസ് റെസിലിയൻസ്, അഡാപ്റ്റബിലിറ്റി. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, എന്താ പറയുക, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് വരുന്നത്. സോ എനിക്ക് തോന്നുന്നത് റൈറ്റ്, ഈ സ്കിൽസൊക്കെ എവിടെ നിന്ന് ഏൺ ചെയ്യാം? നമ്മൾ അപ്സ്കില്ലിംഗ് എന്ന് പറയുമ്പോൾ റൈറ്റ്, എവിടെ നിന്നാണ് നമുക്ക് ഇത്തരം സ്കിൽസൊക്കെ കിട്ടുന്നത്? വാട്ട് ഡു യു തിങ്ക്? ഇല്ല, ഇത് സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുമാണ് ഇതിൽ കൂടുതൽ സാധനങ്ങൾ കിട്ടുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും റെസിലിയൻസ് പഠിക്കാനായിട്ട് കോഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് 2 ആഴ്ച കൊണ്ട് റെസിലിയൻസ് ഒന്നും ആരും പഠിക്കുന്നില്ല. അതെല്ലാം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല. അപ്പോൾ നല്ലൊരു കോളേജിൽ പോകുമ്പോൾ നല്ല ജീവിത സാഹചര്യങ്ങൾ കിട്ടും. നമ്മളിങ്ങനെ ഉരുട്ടി മറിച്ചെടുക്കും പല നല്ല അവസ്ഥകളിലൂടെ. How has your college shaped you? അത് വളരെ റീസെന്റ് എനിക്കറിയാം. നല്ല റീസെന്റ് ഞാൻ കുറേയും കൂടെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്താണ് ജീവിതം, നമ്മൾ ആരാണ്, ഞാൻ എന്തിനാണ് ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കുറേയും കൂടെ ചിന്തിച്ചപ്പോൾ എനിക്ക് കുറേയും കൂടെ ഇങ്ങനെ വളരെ വ്യക്തമായി പുറത്തു വന്നു. എൻ്റെ കോളേജാണ് എന്നെ ഷേപ്പ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ. NIT ജംഷഡ്പൂരിലാണ്. അതെ, NIT ജംഷഡ്പൂരിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് അവിടെ ചെന്ന് പെടുമ്പോൾ മലയാളികളൊന്നുമില്ല. ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ്. അപ്പോൾ മലയാളികളൊന്നും ഒപ്റ്റ് ചെയ്യാത്ത, ഇവിടെ ആരും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ 4th ഇയർ മുതൽ ഫസ്റ്റ് ഇയർ വരെ ആരുമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ എത്തുമ്പോൾ സീനിയേഴ്സ് പോലും മലയാളികളില്ല. എന്തുകൊണ്ട് ഒരു 18 വയസ്സിൽ അങ്ങോട്ട് പോകാനുള്ള ധൈര്യം എങ്ങനെ വന്നിട്ടുണ്ട്? ധൈര്യം വരാൻ പേടിയെ പറ്റി ചിന്തിച്ചില്ല. അപ്പോൾ ഭയങ്കര നാച്ചുറലി. അപ്പോൾ ഇല്ല, ശരിക്കും ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, തിരിഞ്ഞു നോക്കും വേറെ കുറച്ചൊരു വിഷയം മാറി പറയേണ്ടി വരും. അതായത് എനിക്കൊന്നും 11th 12th ഞാൻ കൊല്ലത്തുനിന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കാണാം. പക്ഷെ എന്തോ എൻ്റെ വീട്ടിലോ എൻ്റെ ചുറ്റുപാടിലോ ഒന്നും IIT ഇങ്ങനെയാണ്, NIT വേറെയാണ്, IIT വേറൊരു ലോകമുണ്ട്, ഇനി അത് കഴിഞ്ഞാൽ വേറെ പ്രൊഫഷണൽ വേൾഡ് വേറെ ഉണ്ട്, ഒന്നും പറഞ്ഞിരുന്നില്ല, ഇല്ല. അപ്പോൾ 11th 12th അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള വ്യക്തതയൊന്നുമില്ല. അപ്പോൾ എവിടെയോ ട്യൂഷന് പോയി, അതിൻ്റെ കൂടെ അല്ലാതെ ഞാൻ JEE കോച്ചിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ JEE കോച്ചിങ് ഉണ്ട്, JEE കോച്ചിങ്ങിന് പോയാലാണ് JEEയുടെ എക്സാം വേറെ എന്നുള്ളത് പോലും അറിയില്ല. ഞാൻ 12th അന്ന് AIEEE ഒക്കെ എഴുതിയിട്ട് കുഴപ്പമില്ല. JEE എക്സാമിന് പോയി ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് 4 എണ്ണത്തിൽ ശരിയല്ലാത്ത ഉത്തരം സെലക്ട് ചെയ്യാൻ. അങ്ങനെ MCക്ക് വേറെ രീതിയിലുണ്ട്. അപ്പോൾ ആ കോച്ചിങ്ങിലൂടെ ഞാൻ പോയിട്ട് പോലുമില്ല.
11th 12th മോശമില്ലാത്തൊരു സിറ്റിയിൽ മോശമില്ലാത്തൊരു CBSE സ്കൂളിൽ പഠിച്ചൊരു വ്യക്തിയാണ്. എന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പോഷർ കുറവ് നമുക്ക് അന്ന് ഉണ്ട്. അപ്പോൾ എങ്ങനെയോ AAA എഴുതിയപ്പോൾ എന്തോ റാങ്ക് വന്നു, റിപ്പീറ്റ് കമ്മിങ് ബാക്ക്, ഹൗ ഹാസ് യുവർ കോളേജ് ഷേപ്ഡ് യു? ഇങ്ങനെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു. തീർച്ചയായിട്ടും താങ്ക് യു ഫോർ ബ്രിങ്ങിങ് മീ ബാക്ക്. ഞാനാണ് വെറുതെ ഡൈവേർട്ട് ചെയ്തത്. അതെ റൈറ്റ്. അപ്പോൾ കോളേജിൽ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ പോകുമ്പോൾ തന്നെ ഞാൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ ഹോസ്റ്റൽ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ കോളേജിനേക്കാൾ ഉപരി ഹോസ്റ്റൽ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത റൂമിലൊക്കെ കമ്പ്യൂട്ടർ സയൻസുകാർ കുറേ പേര് വന്നു വിട്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ നിഖിൽ എന്നൊരാൾ വന്നു. പേര് എടുത്ത് പറയേണ്ട വ്യക്തിയാണ്. ഞാൻ തിരിഞ്ഞു നോക്കും പുള്ളിനെ കുറേ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ പുള്ളി സോഷ്യൽ നെറ്റ്വർക്ക് മൂവി കണ്ടു, സക്കർബർഗിന്റെ ഫേസ്ബുക്ക് ഉണ്ടാക്കുന്ന. പുള്ളി ആ മൂവി കണ്ടിട്ട് പുള്ളിക്ക് ഒരു ഭ്രാന്ത് പിടിച്ച പോലെയായി. എന്നിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് കാണുന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കാണിച്ചു. എന്നിട്ട് പുള്ളി പറഞ്ഞു ഓണ്ടർപ്രണർഷിപ്പ് ഇസ് എ തിങ്, സ്റ്റാർട്ടപ്പ് ഇസ് എ തിങ്, വി ക്യാൻ സിറ്റ് ഹിയർ ആൻഡ് ക്രിയേറ്റ് എനിത്തിങ് ആൻഡ് ഇറ്റ് കുഡ് ബിക്കം എനിത്തിങ് എന്ന് പറഞ്ഞു. ഐഡിയ കോളേജിൽ നിന്ന് കിട്ടുന്നു. ആ സാധനം പുള്ളി പറഞ്ഞിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ബാക്കിയുള്ള വേറെ കുറച്ച് ക്ലയൻസിനെയൊക്കെ പിടിച്ച് ഇൻഫ്രെയിംസ് മീഡിയ എന്ന് പേരിട്ടൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് വെബ്സൈറ്റ് ഡിസൈനിങ്, ഞാൻ ക്യാമറ പഠിച്ചു, മറ്റ് കോളേജുകളുടെ ഇവൻറ്റ്സ് കവർ ചെയ്യാൻ പോയി, ഞാൻ ഫോട്ടോഷോപ്പിൽ പോസ്റ്റർ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അത് പുള്ളിയുടെ ട്രിഗറിൽ നിന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ തോന്നി അപ്പോൾ ഇതൊന്നും അല്ല, സ്റ്റാർട്ടപ്പ് ഇതല്ലേ, ഇത് ജസ്റ്റ് എ സർവീസസ് ബിസിനസ് എന്ന് മനസ്സിലായി. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇസ് എ പ്രൊഡക്റ്റ് ഉണ്ടാക്കി സ്കെയിൽ ചെയ്യണം എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ, തേർഡ് ഇയറിൽ പഠിക്കുമ്പോൾ ജംഷഡ്പൂർ ആക്ച്വൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഗ്രോസറി ഡെലിവറി സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്തു. അതെ ക്യുക്കമേഴ്സ്. അന്ന് നമ്മൾ 2014 ഐ ഗസ്. അപ്പോൾ അതൊക്കെ എന്നിട്ട് അങ്ങനെയുള്ള മൂവികളാണ് കാണാൻ. നമ്മൾ ജംഷഡ്പൂരിൻ്റെ അടുത്താണ് കൊൽക്കത്ത ഉള്ളത്. അപ്പോൾ അന്ന് അവിടെ യങ് ടർക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് CNBCയുടെ ഇവൻ്റ് ഉണ്ട്. CNBCയുടെ ഇവൻ്റ് അന്ന് നടക്കുമ്പോൾ നമ്മൾ ട്രെയിൻ കയറി പോകും. CNBCയുടെ യങ് ടർക്സിൻ്റെ ഷെറീൻ ബാനൊക്കെ ഇന്ന് വലിയ പ്രസൻറ്റർ. അന്ന് ഷെറീൻ ബാനൊക്കെ നമ്മൾ അടുത്ത് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. IIT ഖടഗ്പൂരിൽ കുറേ ഓണ്ടർപ്രണർഷിപ്പ് ഇവൻറ്റ്സ് ഉണ്ടാവും. അതിനെല്ലാം പോയിട്ട് ഭ്രാന്ത് പോലെ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് തരുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്ന, എനിക്ക് സന്തോഷം തരുന്ന, എനിക്ക് ജീവിതത്തിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് ബിസിനസ് ബിൽഡ് ചെയ്യാൻ, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് ലാർജറായിട്ട് വിളിക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ആ കോളേജിൽ പോയി, അന്ന് നിഖിൽ എൻ്റെ അടുത്ത് അത് കാണാൻ പറഞ്ഞു. അന്ന് അതിനുശേഷം ആ 3-4 വർഷം ഞാൻ ബാക്കി എല്ലാം മറന്നിട്ട് എന്നും ചിന്തിക്കുന്നത് അതാണ്, എങ്ങനെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാം എന്നുള്ള തോട്ട്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത് കോളേജ് ഭീകരമായി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, നമ്മൾ എന്തുകൊണ്ട് നല്ല കോളേജിൽ പോകണം. ഇപ്പോൾ ഞാൻ എൻ്റെ ജേണി പറയുകയാണെങ്കിൽ ബിക്കേം എൻ എഞ്ചിനീയർ, വെൻ ടു IIT മദ്രാസ്, അതിനുശേഷം ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ചെയ്യുന്നു, കോണ്ടന്റ് ഉണ്ടാക്കുന്നു. നമ്മളിങ്ങനെ കുറേ ആളുകൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ സുന്ദർ പിച്ചൈ ഇസ് എൻ IIT ഗ്രാജുവേറ്റ്. ദെൻ എന്താ പറയുക, അപ്പോൾ വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനീസിൻ്റെ CEO ആണ്. മേ ബി റോമൻ സേനി വെൻ ടു എയിംസ്, അതിനുശേഷം സിവിൽ സർവീസ് എക്സാം എഴുതി, അതിനുശേഷമാണ് അക്കാഡമിയിലോട്ട് എത്തുന്നത്. അരവിന്ദ് കെജ്രിവാൾ IIT ഗ്രാജുവേറ്റ് ആണ്, സിവിൽ സർവീസിലോട്ട് പോയി പൊളിറ്റീഷ്യനായി. ചേതൻ ഭഗത് IIT IIM കഴിഞ്ഞ് എഴുത്തുകാരനായി. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ രഘുറാം രാജൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, എക്കണോമിക്സിലോട്ട് വന്നു, ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാനുള്ള കാര്യം, ഇഫ് യു വാണ്ട് ടു ഗോ ടു IITs ഓർ NITs ഓർ വാട്ട് എവർ, ഇതൊക്കെ പോകുന്നത് എല്ലാവരും എന്തിനു വേണ്ടി മാത്രമല്ല, നിങ്ങളെല്ലാവരും നല്ല എഞ്ചിനീയേഴ്സ് ആവാനോ നല്ല ഡോക്ടേഴ്സ് ആവാനോ വേണ്ടി മാത്രമല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്യാണ്. ഒരുപാട് ആളുകളെ പരിചയപ്പെടാനുള്ള, ഒരുപാട് ആളുകളിലോട്ട് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. യു ഷുഡ് ഗോ ടു കോളേജ്. പക്ഷേ പലപ്പോഴും നമ്മുടെ കുട്ടികൾ, ഇത് കേൾക്കുന്ന എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, ഞങ്ങൾ ഓൾറെഡി കോളേജിലാണ്, ഞങ്ങൾക്ക് IIT പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് NIT പോകാൻ പറ്റില്ല, ലൈക്ക് മേ ബി ഫോർ എ PG യു ക്യാൻ ഡു, പക്ഷേ ഇപ്പോൾ ലൈക്ക് വി ഹാവ് ലോസ്റ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. വാട്ട് വി ഷുഡ് ഡു? അതെ, അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി പോയെങ്കിൽ പിന്നെ അതിനെ പറ്റിയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ലക്കിനെ പറ്റി എല്ലാവരും പറയുമ്പോൾ ഒരു വിഷയമുണ്ട് അല്ലേ, ചിലർ ലക്കിയായി എന്നൊക്കെ പറയും. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ആൾക്കാർ പറയലുണ്ട്, കോവിഡിൻ്റെ സമയത്ത് ആ വീഡിയോകൾ ഇട്ടത് കൊണ്ട് അത് ലക്കിയായി, ആ ചാനൽ അങ്ങനെ അന്ന് ഗ്രോ ആയി എന്നുള്ളതുണ്ട്. പക്ഷേ ലക്ക് തന്നെ പല തരത്തിലുണ്ട്. എല്ലാവരും ലക്ക് എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് ലക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ബ്ലൈൻഡ് ലക്ക് ഇസ് വൺ ടൈപ്പ് ഓഫ് ലക്ക്. ലക്ക് തന്നെ പല ടൈപ്സ് ഓഫ് ലക്ക് ഉണ്ട്. അതിൽ ഏറ്റവും ശക്തമായിട്ട് ലക്ക് ഓഫ് മോഷൻ എന്നൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ലക്ക് ഫ്രം മോഷൻ എന്ന് പറയും. അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു ലക്ക് ഉണ്ടായി വരും. ഞാൻ 2016 മുതൽ പല ചാനലുകൾ ഉണ്ടാക്കി, 2018 മുതൽ എൻ്റെ ഇപ്പോഴുള്ള ചാനലിൽ വീഡിയോ ഇട്ടിട്ട് 2020 ഒരു അവസ്ഥ എക്സ്റ്റേണൽ ഫാക്ടർ വന്നപ്പോൾ അത് എക്സ്റ്റേണലി നോക്കുമ്പോൾ അത് ലക്ക് പോലെ തോന്നും. പക്ഷെ ലക്ക് ഫ്രം മോഷൻ, മൈ പോയിന്റ് ബീയിങ്, കൺസിസ്റ്റൻസിയുടെ മോഷൻ എന്ന് പറയുന്നത് നമ്മൾ അത് ഒരു ഹസിൽ അല്ലെങ്കിൽ കീപ് മൂവിങ് അറൗണ്ട്, കീപ് ടോക്കിംഗ് ടു പീപ്പിൾ. ഇപ്പോൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ആള്, അപ്പോൾ അയാൾക്ക് വെറുതെ ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് കടയിട്ടിട്ട് ഇരുന്നാൽ ബിസിനസ് നടക്കും ഇല്ല. അയാൾ പുറത്തിറങ്ങി ഡെയിലി ഒരു 10 പേരെ കാണുന്നു,
റെലവൻ്റ് ആയ സ്ഥലങ്ങളിൽ പോയി റെലവൻ്റ് ആയ 10 പേരെ കണ്ടെത്തിയാൽ ചിലപ്പോൾ ഒരു വലിയ ഡീൽ ക്രാക്ക് ആയേക്കാം. അതിന് ലക്കെന്ന് വിളിക്കാൻ വേണമെങ്കിൽ, പക്ഷെ അത് ലക്ക് ഫ്രം മോഷനാണ് അല്ലേ. പുള്ളി അത്ര മൂവ് ചെയ്തത് കൊണ്ട് സംഭവിച്ചതാണ്. മൈ പോയിന്റ് അഗെയിൻ ബീയിങ്, അപ്പോൾ കോളേജിൽ അത് നടന്നില്ല എങ്കിൽ ഇത് വേണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നടത്തിയെടുക്കാനുള്ള അത്രയും സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒന്ന് വീട്ടിലിരുന്നിട്ട് തന്നെ ഇന്ന് ഓൺലൈനിൽ കിട്ടാത്ത ഒന്നുമില്ല. AI ടൂൾസ് ഒക്കെ വന്നിട്ട് ഇൻഫോർമേഷൻ വളരെ ഈസിലി വേണ്ട രീതിയിൽ കിട്ടുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആകുന്നുണ്ട്. ഇനി അതല്ല എങ്കിലും നമുക്ക് റൈറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ ഭാഗമാകാം. അഗെയിൻ ഫിസിക്കലാകാം, ഓൺലൈനായിട്ട് തന്നെയാണെങ്കിലും വെരി ത്രൈവിങ് കമ്മ്യൂണിറ്റീസ് ഏത് മേഖലയിലാണെങ്കിലും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അഗെയിൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ആൾക്കാരെ കാണുക, അവരിൽ നിന്ന് ട്രിഗേഴ്സ് ഉൾക്കൊള്ളാൻ. ബേസിക്കലി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിൽ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതിന്റെ മറ്റൊരു ലക്ക് ഇൻ മോഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നൗ പീപ്പിൾ ഹാസ് ദിസ് ക്വസ്റ്റ്യൻ, ഐ ഡോണ്ട് നോ മൈ പാഷൻ. എൻ്റെ പാഷൻ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. റൈറ്റ്, ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഹാവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ മീൻ എഞ്ചിനീയറിംഗ് കോളേജ്, എല്ലാവരും ഇവിടെ വന്നു, മേ ബി ഐ എം ഹിയർ, ഐ ഡോണ്ട് നോ ഇഫ് ഐ എം റിയലി പാഷനറ്റ് അബൌട്ട് ദിസ്. പാഷൻ എങ്ങനെയാണ് ഷാരിക്ക് കാണുന്നത്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു മേഖലയാണോ പാഷൻ എന്ന് എനിക്കറിയില്ല. ഒരു മേഖലയൊന്നും ആർക്കും അങ്ങനെ പാഷനായി എത്ര ഏർലി മനസ്സിലാക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. പക്ഷേ ജീവിതത്തിൽ ഇവഞ്ച്വലി എന്ത് വേണം എന്നുള്ളതിലൊക്കെ പലർക്കും മേ ബി ഉത്തരം ഉണ്ടായേക്കാം. പക്ഷെ അതിനേക്കാളുപരി എന്നാൽ ഒരു സംഭവം എന്തായാലും പറയേണ്ടത്, പാഷൻ പലപ്പോഴും പലരും വേണ്ടാത്ത രീതിയിലൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചൊന്ന് ഓവർകില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷയമാണ്. നമുക്കൊരു സാധനം ചെയ്ത് അതിൽ നമുക്ക് സക്സസ് കിട്ടുമ്പോൾ, അത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ, അതിൽ നിന്ന് എന്തെങ്കിലും റിവാർഡ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഒരു സാധനം ശരിക്കും ഒരു വലിയ പാഷനായി മാറുക. അതിന് മുൻപ് ഫസ്റ്റ് അല്ല, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആഫ്റ്റർ എഫക്ട്. അതെ. ഇപ്പൊ ഞാനും ഇവിടെ വന്നിട്ട് പറയില്ല, അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ മറ്റു വേദികളിൽ ഞാൻ പറയില്ല സ്റ്റോക്ക് മാർക്കറ്റ് എൻ്റെ പാഷനാണ്, ഇൻവെസ്റ്റിംഗും ട്രേഡിങ്ങും എൻ്റെ പാഷനാണെന്ന് പറയുമ്പോൾ എൻ്റെ 15ാമത്തെ വയസ്സിലോ 18ാമത്തെ വയസ്സിലോ 22ാമത്തെ വയസ്സിലോ ഒന്നും എനിക്കറിയില്ല അതിൻ്റെ പാഷനാണെന്ന്. ഞാൻ ഇഷ്ടമുള്ള, എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള, എനിക്ക് കഴിവുണ്ട് എന്ന് തോന്നുന്ന, ഇപ്പൊ ഇക്കിഗായി കോൺസെപ്റ്റ് ഉണ്ടല്ലോ ജാപ്പനീസ്. ഇക്കിഗായിൽ എന്താ പറയാ, വാട്ട് യു ആർ ഗുഡ് അറ്റ്, വാട്ട് യു ലവ് ടു ഡു, വാട്ട് ദ വേൾഡ് നീഡ്സ് ആൻഡ് വാട്ട് യു വിൽ ഗെറ്റ് പെയ്ഡ് ഫോർ. അപ്പൊ ഇതെല്ലാം ഒന്നും ആദ്യം ആർക്കും അറിയില്ല. ഇതിൽ വാട്ട് യു ആർ ഗുഡ് അറ്റോ അല്ലെങ്കിൽ വാട്ട് യു ലവ് ടു ഡുവോ പല സാധനം ഉണ്ടാവും, പല ചെറുതുകളായിരിക്കും. അതെല്ലാം പെർസ്യൂ ചെയ്ത് നോക്കാം. പലത് പെർസ്യൂ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒക്കെ നന്നാവും, ഏതെങ്കിലും റിസൾട്ട് കിട്ടാൻ തുടങ്ങും, ഏതെങ്കിലും ഇക്കിഗായി മേ ബി ഒക്കെ വർക്കായി തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയാണത് പാഷനായി വരാം. പിന്നെ ഒരു നെഗറ്റീവ് ബിൽഡിംഗ് ആണ്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ, ഹൈൻസൈറ്റിൽ നോക്കുമ്പോൾ ഇതെൻ്റെ പാഷനായിരുന്നു, ഞാൻ പാഷനെ ഡ്രൈവ് ചെയ്ത് ജീവിച്ചു എന്നൊക്കെ വരും. പക്ഷെ അങ്ങനെയല്ല. പ്രാക്ടിക്കലി അങ്ങനെ പറ്റും? പ്രാക്ടിക്കലി എല്ലാവരും കുറേ ചെറിയ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒക്കെ വർക്ക്ഔട്ട് ആകുന്നതാണല്ലോ. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ 18ാമത്തെ വയസ്സിൽ മേ ബി വെൻ ഐ ചോസ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഷാരിക്ക് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തപ്പോൾ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതായത് എനിക്ക് IIT മദ്രാസിൽ ഓപ്ഷൻ കൊടുക്കേണ്ട വന്നപ്പോൾ ഐ ഹാവ് ഗോട്ട് എ ഡീസെൻറ്റ് റാങ്ക്. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കിട്ടും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടും, രണ്ടിൻ്റെയും ഡുവൽ ഡിഗ്രി എനിക്ക് കിട്ടും. ബിടെക് കിട്ടില്ല. ഓക്കെ, മൈ റാങ്ക് വാസ് ലൈക്ക് 2000 സംതിങ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആലോചിച്ചപ്പോൾ ഞാൻ ഇത്രയും കാലം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കെന്തോ ഒരു പേടി, ഒരു ഇറാഷണൽ ഫിയർ. കാരണം നമ്മൾ ബയോ സയൻസ് ആണ് പഠിച്ചത്, ബയോ മാത്താണ് പഠിച്ചത്. അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അവിടുന്ന്. കൈൻഡ് ഓഫ് വെരി ഇറാഷണൽ ഡിസിഷൻ. പിന്നെ ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കൽ അന്നത്തെ രസം എന്താണെന്ന് വെച്ചാൽ IIT മദ്രാസിൽ MTech ചൂസ് ചെയ്യുമ്പോൾ ഒരു MTechന്റെ സ്പെഷ്യലൈസേഷൻ കൂടി നമ്മൾ അപ്പം ചൂസ് ചെയ്യണം. എപ്പോൾ 18ാമത്തെ വയസ്സ്. അപ്പോൾ MTech ഇൻ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI ഡിസൈൻ, MTech ഇൻ പവർ സിസ്റ്റം ആൻഡ് പവർ ഇലക്ട്രോണിക്സ്, MTech ഇൻ അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് ബയോമെഡിക്കൽ ഡിവൈസസ്, MTech ഇൻ കമ്മ്യൂണിക്കേഷൻ. ഈ 4 MTech ഇൻ കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ഒരു 5 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എന്നോട് ആരോ പറഞ്ഞു, VLSI ഡിസൈൻ പഠിച്ചാൽ ഇൻ്റലിൽ പോയി ജോലി ചെയ്യാം. VLSI ഡിസൈൻ, VLSI എന്നതിൻ്റെ ഫുൾ ഫോം അറിയില്ല, VLSI ഡിസൈൻ, മൈക്രോ ഇലക്ട്രോണിക്സ് ഇതൊന്നും അറിയില്ല. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പോയിട്ട് ജോയിൻ ചെയ്യുന്നത്. റൈറ്റ്, ഒരു ഭയങ്കര റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. റൈറ്റ്, പക്ഷേ ഇത് ചെയ്ത് മേ ബി എന്താ പറയുക, ആകെ അറിയുന്നൊരു കാര്യം മാത്സും ഫിസിക്സും ഇഷ്ടമാണ്. ഇത് ചെയ്ത് എന്താ പറയുക, ഇതിൽ നമ്മൾ ബെറ്ററായി വരുന്നു. ഇതിന് വേണ്ടി ഒരുപാട് നമ്മൾ ബേസിക്കലി സ്ട്രഗിൾ ചെയ്യണം. റൈറ്റ്, ആൻഡ് കാൽ ന്യൂപോർട്ട് നമ്മുടെ ഡീപ്പ് വർക്ക് എഴുതിയ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, പാഷൻ ഈസ് സൈഡ് എഫക്റ്റ് ഓഫ് മാസ്റ്ററി. എക്സാക്ട്ലി, അതെ, തീർച്ചയായും. ഒരു സംഭവത്തിൽ നമ്മൾ മാസ്റ്ററായി മാറുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് പാഷൻ എന്നുള്ളത്. റൈറ്റ്, ഇപ്പോൾ ഷാരിക്ക് ചെയ്യുന്നൊരു കാര്യം, ലെറ്റ് മീ ജസ്റ്റ് ആസ്ക് യു, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതാവട്ടെ, ഇത് എല്ലാം എവറി ഡേ ഈസ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ യു ടു ഡു, ഓർ ഹൗ ഈസ് ഇറ്റ്? ഇൻട്രസ്റ്റിംഗ് എന്നുള്ള വാക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഡു ഐ ലവ് ഡൂയിങ് ഇറ്റ്? യെസ്, തീർച്ചയായിട്ടും.
ഡു ഐ ഹാവ് മൈ സ്ട്രഗിൾസ്? തീർച്ചയായിട്ടും കുറേ അധികം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ടെൻഷനും ഇതൊക്കെ വേണോ എന്നുള്ള ചിന്തകളൊക്കെ മൈക്രോ ആയിട്ട് വരലുണ്ട്. പല ടെൻഷനുകളൊക്കെ അടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാലഘട്ടങ്ങൾ പല രീതികൾ ബിസിനസ്സും കൂടി നടത്തുന്നു അല്ലെ, സ്റ്റാർട്ടപ്പിന് ഇടയിൽ ഉണ്ടാകലുണ്ട്. പക്ഷെ അതെല്ലാം ഇഷ്ടമാകുന്നു എന്നുള്ളത് മാത്രമാണ് അതിൽ രസകരമായ സംഭവം. പക്ഷെ അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ നമുക്ക് നല്ല ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ വി ഷുഡ് ഗോ ത്രൂ സം ബോറിംഗ് റിപ്പീറ്റേറ്റീവ് സ്റ്റഫ്, റൈറ്റ്? നമുക്ക് മേ ബി നമുക്ക് അത്രത്തോളം ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ലൈഫിന്റെ ഒരു റിയാലിറ്റി അല്ലേ? തീർച്ചയായും. ഷാറൂഖ് ഖാൻ വളരെ ഫേമസ് ഇങ്ങനെ റീലിൽ നിന്ന് ഇപ്പൊ ഭയങ്കര ഓടുന്ന ഒരു സാധനമുണ്ട്. പനിയാണെങ്കിലും ജലദോഷമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും പണിയെടുക്കണം. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ കൂടി അത് അക്സെപ്റ്റ് ചെയ്യണം. അതായത് ആ പാത്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും. സോ ലെറ്റ്സ് കം ടു ദാറ്റ്. അപ്പോൾ അതായത് നമ്മൾ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിന് ഭൂരിഭാഗം ആൾക്കാർക്കും സക്സസ്ഫുൾ ആവണം. ദേ വാണ്ട് ടു ഡു സംതിങ് ഇൻ ദെയർ ലൈഫ് എന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞ പോലെ പാഷൻ എന്നുള്ളത് മേ ബി യു ഹാവ് ടു ഐഡൻറ്റിഫൈ, ട്രൈ ഔട്ട് ഡിഫറെൻറ്റ് തിങ്സ്, ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ബട്ട് അവിടെയൊക്കെ ഒരു ഹിൻഡറൻസ് ആയിട്ട് വരുന്നൊരു സംഭവം, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മോട്ടിവേഷൻ. വാട്ട് ഷുഡ് ഡ്രൈവ് യു? എങ്ങനെ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കാം? ഇത് ഞാൻ കുറേ നോക്കിപ്പോയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ആദ്യകാലങ്ങളിൽ ഞാൻ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ എൻ്റെ സാധനം കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആകുന്നു ഒക്കെ പറയലുണ്ട്. പക്ഷെ പിന്നീട് ഇപ്പോൾ കുറേ നാളായില്ല, ഇപ്പോൾ ഞാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇപ്പോൾ കമ്പനി ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. കുറേ ആൾക്കാരെ കാണുമ്പോൾ ഒരാളിൽ മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കലല്ലോ, ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നതാണ് അയാളുടെ ജീവിതത്തിൽ തന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം. മോട്ടിവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ലൈഫിൽ ബാക്കി എല്ലാം നടന്നോളും. മോട്ടിവേഷൻ അഗെയിൻ ബീങ് ഡ്രൈവ് അല്ലേ? ഡ്രൈവ് ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി വർക്ക് ചെയ്ത് തുടങ്ങും. വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ബാക്കി എല്ലാം നന്നാകുമെന്നുള്ളതിൽ ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്നുണ്ട്. കാരണം ആ ഒരു കഴിവിലാണ് എല്ലാവരും ജനിക്കുന്നതും ആ കഴിവ് എല്ലാവർക്കും ഉണ്ട്. കഴിവുകൾ എല്ലാവർക്കും ഉണ്ട് ഇൻ ജനറലി, റൈറ്റ്? ദെൻ വാട്ട് മേക്സ് സം പീപ്പിൾ വെരി ഡിഫറെൻറ്റ്? കഴിവ് ഉണ്ടായിട്ടും കഴിവുകൾ, അതായത് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ജനറൽ ഒരു IQ ലെവൽ, ഒരു 130, 150 IQ ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള, അത് ആരും വളരെയധികം എന്താ പറയുക ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകളൊന്നുമല്ല. അത്യാവശ്യം ബ്രെയിൻ എല്ലാവർക്കും ഉണ്ട്. എന്താ പറയുക, എന്താണ് ആളുകൾക്കുള്ള പ്രശ്നം? ഇല്ല, അത് വളരെ വ്യക്തമായിട്ട് കൈൻഡ് ഓഫ് ഇപ്പോൾ പറഞ്ഞ പോലെ ആ കഴിവിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു റിസോഴ്സ് ഉണ്ട്. ആ റിസോഴ്സ് ഏറ്റവും എഫക്റ്റീവ്ലി ഏറ്റവും ടൈം ബൗണ്ട് ആയിട്ടും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു കമ്പനി ഇല്ല 2 കമ്പനികളുണ്ട്, 2 പേരടുത്തും ഈക്വൽ എമൗണ്ട് ഓഫ് മണി ഉണ്ട്. മണി ബീങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. ഇതിൽ ഒരു കമ്പനി ആ മണീനെ ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ ഏറ്റവും എഫക്റ്റീവ്ലി ടേൺ അറൗണ്ട് ടൈം കുറച്ചിട്ട്, ഒരു മണീനെ തന്നെയാണല്ലോ പല ക്യാപിറ്റൽ ഇങ്ങനെ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണല്ലോ ബിസിനസ്സിൽ പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന കമ്പനി ആയിരിക്കുമല്ലോ പെട്ടെന്ന് ഗ്രോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ടൈമാണ് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ്. അപ്പോൾ ആ ടൈമിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള കഴിവ് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ അവരായിരിക്കും ഏതൊരു സ്ട്രാറ്റ നോക്കിയാലും ടോപ്പിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ആൾക്കാർ. അവർ ഏറ്റവും ജുഡീഷ്യസ്ലി അവരുടെ സ്കിൽസിനെ ഏറ്റവും പെട്ടെന്ന് ടൈമിന് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്. അങ്ങനെ അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ആൾക്കാർ ഡിഫറെൻ്റ് ആകുന്നത്. അപ്പോൾ ടൈം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അതെ, റൈറ്റ്? ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അഗെയിൻ കമ്മിങ് ടു ദ പ്രോബ്ലം വിത്ത് ദ യൂത്ത് ഈസ് ഫേസിങ് ടുഡേ, ഈ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, റൈറ്റ്? ഇപ്പം നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ യൂസേജ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, മേ ബി 5 to 6 hours നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. മേ ബി ഞാനും ഷാരിഖും അടക്കം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, റൈറ്റ്? റീൽസിൽ അത്തരം, അതായത് ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് ഷാരിഖ് പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു, മേ ബി JEE അല്ലെങ്കിൽ IIT ഇതറിയില്ലായിരുന്നു. ഇന്ന് അറിയാത്ത പ്രശ്നം ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദർ ഈസ് അബണ്ടൻസ് ഓഫ് ഇൻഫർമേഷൻ, റൈറ്റ്? പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ ഗിവൺ 2 ഓപ്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹാർഡായിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം. ഓൺ ദി അതർ ഹാൻഡ് വി ഹാവ് ദി ഓപ്ഷൻ ടു വാച്ച് മേ ബി ഇൻസ്റ്റാഗ്രാം ഫോർ 1 hour. വിച്ച് വൺ വിൽ വി ചൂസ് എന്നുള്ളതാണ്, റൈറ്റ്? അത് വലിയൊരു പ്രശ്നമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ലോകത്താണല്ലോ ഇങ്ങനെ കോൺസ്റ്റന്റ് ഡോപ്പമീൻ ഹിറ്റ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നിരിക്കെ ഡിഫിക്കൽട്ട് റൂട്ട്സ് പലരും എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ടു ടേക്ക് എ ഡിഫിക്കൽട്ട് റൂട്ട്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്നുള്ളതാണ്. കാരണം ഡിഫിക്കൽട്ട് സ്റ്റെപ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കില്ലിനെ റൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഡ്രൈവ് ഉണ്ടാകുള്ളൂ, അല്ലേ? അതായത് പലപ്പോഴും പലരും കഴിവ് ഉപയോഗിക്കാതെ പോകുന്നത് സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയും മടി പിടിച്ചിരിക്കുകയാണെന്ന് പറയും. ഒരാൾക്ക് മടി ഉള്ളതുകൊണ്ടാണ് അയാൾ ഒന്നും ചെയ്യാത്തതെന്ന് പറയും. പക്ഷെ മടി എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ ശരിക്കും
ഒരു കാര്യം ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ആലോചിച്ചിട്ട് അല്ലേ, തുടങ്ങാനുള്ള ഡിഫിക്കൽട്ടി, ആ ഒരു ഇനർഷ്യ ഉണ്ടാവുമല്ലോ, ആ ഒരു സാധനം ചെയ്യണ്ടേ, പിന്നെ ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ അതിൽ കുറേ പണി എടുക്കണ്ടേ, അതിൽ കുറേ അല്ലേ അതിൻ്റെ ഒരു ഫിയർ ഉണ്ടാകും, അതിൽ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാകും, പിന്നെ അതിൽ കുറേ പണിയുണ്ട് എന്നുള്ളതും കംഫർട്ട് സോണിന് പുറത്ത് പോകണം എന്നുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് പലരും സമയം കറക്റ്റായിട്ട് യൂസ് ചെയ്യാതെ പോകുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. യെസ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ബ്രെയിനിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് നമ്മുടെ ബ്രെയിൻ ന്യൂറോ പ്ലാസ്റ്റിക് ആണ്. അതായത് ബ്രെയിനിൽ ബേസിക്കലി ന്യൂറോൺസ് ആണ്, ലൈക്ക് എവറിത്തിങ് ഇസ് ഡ്രിവൺ ബൈ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അപ്സ്കിൽ ചെയ്യുമ്പോൾ നമ്മുടെ സിനാപ്സസ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവുന്നു, അല്ലെങ്കിൽ അത് വീക്കറായി മാറുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മൾ എത്രത്തോളം വർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആക്ച്വലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം. പല ആളുകളുടെയും പ്രശ്നം എന്താ വെച്ചാൽ, ഇൻ ജനറൽ മനുഷ്യന്മാർക്ക് ലോ എനർജി സ്റ്റേറ്റിൽ ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം, റൈറ്റ്? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഒരു അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഈ പറഞ്ഞ റീല് കാണുക എന്നുള്ളത് എളുപ്പമാണ്, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മേ ബി ഒരു മാത്ത് പ്രോബ്ലം ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ ബിൽഡ് ചെയ്യണം, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. ഒരു കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട്, അതിൻ്റെ എക്സിക്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്ക് സം കൈൻഡ് ഓഫ് എഫേർട്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഇനേഴ്ഷ്യയെ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് വേറൊരു പ്രോബ്ലം, ഈ പറഞ്ഞ ടെക്നോളജി കമ്പനികളെല്ലാം ദേ ആർ ട്രൈങ് ടു ടേക്ക് അവർ ടൈം, റൈറ്റ്? അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? നമ്മുടെ സമയമാണ് വേണ്ടത്. ദേ വാണ്ട് us to watch more. അതെ, നെറ്റ്ഫ്ലിക്സിന്റെ ഒരു സേയിങ് ഉണ്ടല്ലോ, നെറ്റ്ഫ്ലിക്സിന്റെ കോമ്പറ്റീഷൻ മറ്റേ ജിയോവും ആമസോണും പ്രൈമും ഒന്നും അല്ല, പക്ഷെ നമ്മുടെ സ്ലീപ്പാണെന്ന് പറയും. ഒരാൾ കുറവ് ഉറങ്ങിയാലാണല്ലോ കൂടുതൽ സമയം ഉണ്ടാവുകയും അത് വർക്കിന് പോവാതിരുന്നാൽ മതി. അതെ, എന്നാലും മതി. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ, വീണ്ടും എന്താ പറയുക, ഒരു മോട്ടിവേഷൻ എന്നുള്ളതിലോട്ട് നമുക്കൊരു ഡ്രൈവ് വരണം എന്ന് പറഞ്ഞു. നമുക്ക് മേ ബി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, ഹൗ ടു ബ്രിങ് ദാറ്റ് ഡ്രൈവ്. ആ ഡ്രൈവ് കൊണ്ടുവരാവുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമായിരിക്കും, അല്ലെങ്കിൽ ഷാരിഖിന്റെ കേസിൽ വാട്ട് കീപ്സ് യു അലൈവ് ഓർ മോട്ടിവേറ്റഡ്? റൈറ്റ്. എൻ്റെ കേസിൽ പോകുന്നതിന് മുൻപ് ഒരു തിയറി നോക്കാനാണെങ്കിൽ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിൽ പറയുന്നുണ്ട്. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, എന്നാലും നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, അതിൻ്റെ മുകളിൽ സേഫ്റ്റി നീഡ്സും എസ്റ്റീം നീഡ്സും സെക്യൂരിറ്റി നീഡ്സും അങ്ങനെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു നീഡ് വരുമ്പോൾ നമുക്കത് ഇല്ല എങ്കിൽ പെയിൻ ഉണ്ടാകും, ആ പെയിനിൽ നിന്ന് ഡ്രൈവ് ക്രിയേറ്റ് ആകുമെന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരു വളരെ ശരിയായിട്ട് എൻ്റെ കേസിലുമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ആ നീഡുകൾ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ഒക്കെ മോസ്റ്റ്ലി നമ്മളെല്ലാവരുടെ ജീവിതത്തിലും ഒക്കെ ഫുൾഫിൽ ആയിട്ടുണ്ട് അല്ലേ. ഫുഡ്, ഷെൽട്ടർ, വാട്ടർ ഒക്കെ നമുക്കുണ്ട്, നമുക്ക് അത്യാവശ്യം സെക്യൂരിറ്റി ഉണ്ട്, സൈക്കോളജിക്കൽ അങ്ങനെയൊക്കെ സമാധാനത്തിൽ ജീവിക്കുന്ന പ്രിവിലേജ് നമുക്കുണ്ട്. അത് തന്നെ ഒരു വലിയ പ്രിവിലേജ് ആണ്. അതൊക്കെ ഉണ്ട് എന്നിരിക്കെയാണ് നമുക്കിരുന്നിട്ട് മറ്റേ സെൽഫ് ആക്ച്വലൈസേഷൻ സാധനങ്ങളും നമുക്ക് ജീവിതത്തിൽ എന്ത് വേണം എന്നൊക്കെ ചിന്തിക്കാൻ പറ്റിയ സ്ഥലത്തു നിന്നായിരിക്കാം എൻ്റെ അകത്തുനിന്ന് ബിസിനസ് തുടങ്ങണം, യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ചിന്തകൾ വന്നത് ഒക്കെ. അപ്പോൾ അങ്ങനൊരു നീഡ് ക്രിയേറ്റ് ആയപ്പോൾ, അപ്പോൾ അത് ഇല്ലാത്ത അവസ്ഥ എന്നിൽ പെയിൻ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ ആ സാധനം അത് വായിച്ചതിന് ശേഷമാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ റിലേറ്റ് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. അപ്പോൾ ആ ഒരു പെയിൻ അപ്പോൾ ആ പെയിൻ എന്നിൽ ഒരു റെസ്റ്റ്ലെസ്നെസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞ സാധനമാണ്, ഞാൻ 3 ചാനലുകൾ തുടങ്ങി, അതിൽ വളരെ റാൻഡം ആയിട്ടുള്ള കോണ്ടന്റ് ഇട്ടു, അതൊന്നും വർക്ക് ചെയ്യാതെ അത് ഞാൻ നിർത്തി 4ാമത്തെ ചാനൽ തുടങ്ങിയിട്ടാണ് ഈ ചാനലിൽ നിന്ന് 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തിയത്. അപ്പോൾ അവിടെ ഞാൻ ആ പെയിൻ കാണുന്നുണ്ട്. ഓരോ ചാനൽ തുടങ്ങും, അത് വർക്ക് ആവണില്ല, അപ്പോൾ ഒരു പെയിനും ഉറക്കമില്ലായ്മ. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. അതെ, ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളത് ഒരു ദാറ്റ്സ് സംതിങ്, റൈറ്റ്? തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആ പെയിൻ വരുമ്പോൾ പെയിൻ ഷുഡ് കൺവേർട്ട് ഇൻ ടു ആക്ഷൻ. അല്ലാതെ പെയിൻ വന്നിട്ട് അയ്യോ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഒന്ന് കഴിവ് ഡെഫിനറ്റ്ലി, അപ്പോൾ നമ്മൾ കേപ്പബിൾ ആയിരിക്കും, നമ്മൾ സ്വപ്നം കാണുന്ന സാധനവും നമ്മുടെ കേപ്പബിലിറ്റി മാച്ച് ആകണം. അല്ലെങ്കിൽ വിഷ്വൽ തിങ്കിങ് വേറെ തന്നെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണല്ലോ. വിഷ്വൽ തിങ്കിങ് പലരും എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ കേപ്പബിലിറ്റി വൈസോ സാഹചര്യം വൈസോ അല്ലെങ്കിൽ സ്കിൽ വൈസോ ഒക്കെ അവർക്ക് പറ്റാത്ത സ്വപ്നങ്ങൾ കണ്ടിട്ട് അപ്പോൾ പിന്നെ അതിൽ നിന്ന് പെയിൻ മാത്രമേ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പെയിൻ ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വളരെ പാടായിരിക്കും. ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് അവിടെ ഇൻവെസ്റ്റും ട്രേഡും ചെയ്ത് തുടങ്ങിയപ്പോൾ അവിടെയും എൻ്റെ ചുറ്റുപാടിൽ ആരും ഇത് ചെയ്യുന്നില്ല. അവിടെയും ആ റെസ്റ്റ്ലെസ്നെസ് വരെ ഓരോ ദിവസം ട്രേഡ് ചെയ്തിട്ട് നഷ്ടം വരുമ്പോൾ അന്ന് ഉറങ്ങാൻ പറ്റില്ല. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് വാട്ട് കുഡ് ഹാവ് ഐ ഡൺ ബെറ്റർ, അടുത്ത ദിവസം എങ്ങനെ ബെറ്റർ ആക്കാം, എന്നിട്ട് കൂടുതൽ വായിക്കുന്നു, മനസ്സിലാകുന്നു, അപ്സ്കില്ലിംഗ് തനിയെ സംഭവിച്ചു പോകും. അപ്പോൾ അപ്സ്കില്ലിംഗ് ഒക്കെ നാച്ചുറലി ആ ജേർണിയിൽ അങ്ങ് വന്നു പോകും, ബിക്കോസ് യു ആർ ഡ്രിവൺ ബൈ ദാറ്റ് പെയിൻ ആൻഡ് ദാറ്റ് നീഡ് ആൻഡ് ദാറ്റ് വോണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി തോന്നുന്നൊരു സംഭവം. ആ
പെയിനിലോട്ട് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. റൈറ്റ്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഷുഡ് എന്താ പറയുക, ഒരു ഫിയർ ഓഫ് ഫെയിലിയർ. ഇത് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് നമ്മുടെ മനസ്സിലുള്ള ഒരു പേടിയെ നമുക്ക് ഫസ്റ്റ് ലെവലിൽ ഓവർകം ചെയ്യാൻ പറ്റണം. ഒന്നും സംഭവിക്കാനില്ല. അതൊരു പോയിന്റാണ്. നമ്മൾ എന്ത് ചെയ്യാൻ ഇറങ്ങുമ്പോഴും വേസ്റ്റ് കേസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല. അപ്പോൾ എന്ത് ചെയ്യാനാണെങ്കിലും ഒന്ന് ഇരുന്ന് ആലോചിക്കാം വേസ്റ്റ് കേസ് എന്താണ്, അപ്പോൾ വേസ്റ്റ് കേസ് എന്താണെന്നുള്ളത് എന്നിട്ട് ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുക, മനസ്സിൽ ആലോചിക്കുക, വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കുക, ഇന്റേണലൈസ് ചെയ്യുക. ഇത്ര തന്നെയല്ലേ ഉള്ളൂ. എന്നിട്ട് അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫിയർ എന്നുള്ള സംഭവം ഒരിക്കലും സംഭവിക്കുന്നില്ലല്ലോ. യെസ്. രണ്ടാമത്തെ ഒരു ചാലഞ്ച് നമ്മൾ ഏറ്റെടുക്കണം. റൈറ്റ്. യെസ്, നമ്മൾ ചാലഞ്ചിങ്. മൂന്നാമത്തെ ഒരു കാര്യം ഈ പറഞ്ഞ നമ്മൾ ഒരു മോട്ടിവേഷനിൽ എനിക്ക് ടു കീപ്പ് അസ് മോട്ടിവേറ്റ്, നമ്മളെ ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നുണ്ട് മോട്ടിവേഷൻ ഈസ് ഓവർ റേറ്റഡ് ബട്ട് എൻവയോൺമെന്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുള്ളൊരു എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ലുലൂൽ അല്ലെങ്കിൽ നെസ്റ്റോയിൽ കയറി എന്ന് വിചാരിക്കാം. നമ്മളൊരു ട്രോളിയിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ബില്ലിംഗ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ അടുത്ത് അവിടെ എന്തൊക്കെ, നമ്മുടെ മേ ബി എൻ്റെ ചെറിയ മോനെ ഞാൻ ആ ട്രോളിയിൽ വെച്ചിട്ടുണ്ടാവും. അവിടെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ എന്തെല്ലാമായിരിക്കും? ചെറിയ അവനെടുക്കാവുന്ന സൈസിലുള്ള ടോയ്സ്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ചോക്ലേറ്റ്, നമുക്ക് എടുക്കാൻ തോന്നുന്ന ചോക്ലേറ്റ് സംഭവങ്ങൾ. നമ്മൾ എടുക്കാൻ 50 രൂപ അല്ലേ, അല്ലെങ്കിൽ കുട്ടി കരയുമ്പോൾ 100 രൂപ അല്ലേ 200 രൂപയല്ലേ. ദാറ്റ് എൻവയോൺമെൻറ്റ് ഈസ് ക്രിയേറ്റഡ്, റൈറ്റ്? ആൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റ്. അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ഷാരിക്ക് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് വേ എന്നുള്ളത് നമ്മൾ അത്തരം ഒരു എൻവയോൺമെൻറ്റലാൽ സറൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഫെയിലിയേഴ്സിനെ ഫിയർ ചെയ്യാതിരിക്കണം എന്നുള്ളത്, പിന്നെ നമ്മൾ ഈ സ്വപ്നം കാണുന്ന സ്ഥലത്തേക്ക് എത്തണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഇൻസെയിൻ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണം എന്നുള്ളതിനെ നോർമലൈസ് ചെയ്ത ഒരു എൻവയോൺമെന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇവിടെ തിരിച്ചു പോകും, കോളേജ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞത്, എനിക്ക് ട്രിഗർ കിട്ടിയെന്ന് പറഞ്ഞുള്ളൂ. ക്വാളിറ്റി ഓഫ് ട്രിഗർ എന്നുള്ള പോയിന്റ് നമ്മൾ മിസ്സായി പോയി. കറക്റ്റ്. അപ്പോൾ നല്ലൊരു കോളേജിൽ പഠിക്കുമ്പോൾ വിൽ ഗെറ്റ് ഹൈ ക്വാളിറ്റി ട്രിഗേഴ്സ് ആൻഡ് ഹൈ ക്വാളിറ്റി എൻവയോൺമെന്റ്സ്. അപ്പോൾ എനിക്ക് നിഖിലിൻ്റെ അടുത്ത് അത് ചോദിച്ചതിൽ നിന്ന് ട്രിഗർ മാത്രമല്ല കിട്ടിയത്, നിഖിൽ എന്ന അവിടെ ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്നുള്ള ക്വാളിറ്റി, അവിടുത്തെ വലിയ ചലഞ്ചസ്, അവരെല്ലാവരും ലൈക്ക് വേറെ ലെവൽ ഹസിലും വർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ബേസിസ്. ഞാൻ അതാ കാണുന്നത്. അതാണ് കാണുന്നത്. അതെ, അത് കാണുന്ന എനിക്കറിയാം. അതിലും വലിയ പണി എടുത്താലേ എനിക്ക് എന്തെങ്കിലും സെറ്റ് ആകുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വർക്ക് ചെയ്യണം. കുറേ പേര് അപ്പോൾ കുറേ പേര് വർക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ പേര് ഫെയിൽ ആകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫെയിലിയർ പ്രശ്നമില്ല എന്ന് പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോൾ ഭയങ്കര ഹിറ്റ് ആകുന്നത് തിരിച്ചു ആ കോളേജിന്റെ ഗുഡ് കോളേജിന്റെ പോയിന്റ്, വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ഫോർ ജസ്റ്റ് ഫോർ എക്സ്പോഷർ ഓർ ട്രിഗേഴ്സ് ബട്ട് ക്വാളിറ്റി. ബാഡ് കോളേജ് നമ്മൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. തീർച്ചയായിട്ടും. അതിപ്പോ ബാഡ് കോളേജ്, ഇപ്പൊ നമ്മുടെ കോളേജ് ഇപ്പൊ NITസിൽ തന്നെ നമുക്കറിയാം ചില മുറികളുണ്ട്. മറ്റു പല കേന്ദ്രങ്ങളായിട്ടുള്ള എല്ലാ ഹോസ്റ്റലുകളിലും ചില റൂംസ് ആർ സ്പെസിഫിക്കലി പല കേന്ദ്രങ്ങൾക്കായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ബാഡ് കോളേജസിൽ ബാഡ് ഇൻഫ്ലുവൻസസോ ബാഡ് ട്രിഗേഴ്സോ ബാഡ് ക്വാളിറ്റിയും ചുറ്റുമുണ്ട് എങ്കിൽ ആ 18, 20, 22, 24 വയസ്സിൽ ആ കടന്നു പോകുന്ന വ്യക്തി വിചാരിക്കുക ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ക്വാളിറ്റി നീഡഡ് ടു ലിവ് എന്ന് വിചാരിക്കും. അങ്ങനെ നാളെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ചലഞ്ച് സ്വയം തോന്നിയിട്ട് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് ചെയ്തിട്ട് പണിയെടുക്കാൻ പോകുമ്പോൾ വിചാരിക്കും ആ ക്വാളിറ്റി വർക്കാണ് നോർമൽ എന്ന് വിചാരിക്കും. പക്ഷെ ആ ക്വാളിറ്റി വർക്ക് മേ ബി എക്സലൻസിലേക്ക് എത്തിക്കുകയോ വിചാരിച്ച പോലുള്ള സാധനങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊള്ളണമെന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആ ചെറിയ പ്രായത്തിൽ ഒരു കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പോയിട്ട് ഹൈ ക്വാളിറ്റി സാധനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബ്രെയിനും, ബിക്കോസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഈസ് പോസിബിൾ, നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഫോം ആകാനും അങ്ങനെ കണക്ഷൻസ് ഉണ്ടാകാനും അങ്ങനെ ചിന്തിക്കാനും നമ്മൾ തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ കരിയറിലെത്തുമ്പോൾ ബിസിനസ്സിലെത്തുമ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ ആ സൊല്യൂഷൻസ് be naturally of that quality. ആ ക്വാളിറ്റിയിലും ആ ഹസിലും നേരത്തെ പറഞ്ഞ മോട്ടിവേഷനൊക്കെ തന്നെ വരുമായിരിക്കാം. യെസ്, എനിക്ക് തോന്നുന്നത് അതാണ്. ഇപ്പോൾ നമ്മളൊരു IITയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു കോളേജ് അല്ലെങ്കിൽ നല്ലൊരു എൻവയോൺമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കോളേജസ്, ലെറ്റ്സ് ഫോർഗെറ്റ് കോളേജ്, ഇപ്പോൾ ഇതിൽ പല ആളുകളും ചിലപ്പോൾ കോളേജസ് ഓൾറെഡി ദെയർ ഇൻ സം കോളേജസ്, വാട്ട് എവർ കോളേജ് ഇറ്റ് ഈസ്. ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം, നമുക്ക് ഒരു റൂമിൽ ഇരുന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മേ ബി ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു എക്കോസിസ്റ്റത്തിൽ വേറെ കുറേ ഫൗണ്ടേഴ്സിനെ കണ്ടിട്ട് അവരുമായി ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ഇപ്പോൾ IIT പോകുമ്പോൾ നമ്മൾ കാണുന്നു കുറേ ആൾക്കാർ സ്റ്റാൻഫോർഡിന് ഹാർവർഡിന് ശ്രമിക്കുന്നു, ചില ആൾക്കാർ ഗൂഗിളിൽ പോകാൻ ശ്രമിക്കുന്നു, ചില ആളുകൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും ഭ്രാന്ത് പിടിച്ചിട്ട് പ്ലേസ്മെന്റിന് ഗൂഗിൾ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ പ്ലേസ്മെന്റിന് പ്രിപ്പയർ ചെയ്യണം. സ്വാഭാവികമായിട്ടും നമ്മളും ബെറ്റർ കോമ്പറ്റീറ്റീവ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുന്നു. ഈ സ്റ്റാർട്ടപ്പ് മിഷനിലും മേ ബി നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്തെങ്കിലും
ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഒരു സൈബർ പാർക്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ഇവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു, നമ്മളിതെങ്ങനെ വെറുതെ ഇരിക്കുകയാണോ വേണ്ടത് എന്നുള്ളൊരു ചിന്ത. ഈ ഒരു എൻവയോൺമെന്റ് എന്നുള്ളത് ഈസ് ഐ തിങ്ക് ഹൈലി മോട്ടിവേഷണൽ, റൈറ്റ്? അപ്പോൾ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് എന്തോ ഭയങ്കര പെഡസ്റ്റലിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രീതിയിൽ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കിയാണ്. അതുപോലെ നേരത്തെ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഈ കോളേജ് കഴിഞ്ഞു പോയവർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. മേ ബി നമ്മളിങ്ങനെ ഒന്ന് ചൂടായി വരുന്നേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ചർച്ച അപ്പോഴേക്കും. പക്ഷെ എന്നാലും ഇവിടെ ഒന്ന് എടുത്ത് പറയേണ്ട സാധനമുണ്ട്. കോളേജിന് മുന്നുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ പോയിന്റ് പറയുന്നത്. കോളേജ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ വളരെ റിഗ്രറ്റ് ഉള്ള ആളാണ്, എനിക്ക് IIT പോകാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനൊരിക്കലും പെഡസ്റ്റലിൽ ഇരുന്ന് ഞാൻ സംസാരിക്കാനില്ല. ഞാൻ വെറും NIT-ലല്ലേ പോകാൻ പറ്റിയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആരെയും നമ്മൾ മോശം കാണുക, എനിക്ക് ഹാർവാർഡിലോ സ്റ്റാൻഫോർഡിലോ പോകാൻ പറ്റില്ല അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളല്ലാതെ ആരെയും ഇവിടെ മോശം ആക്കിയല്ല. ഗിവൺ അഗെയിൻ ഒന്നുകൂടി പറയുകയാണ്, ഇപ്പോൾ പറഞ്ഞ പോലെ കേരള ഓൺടർപ്രണേഴ്സിനാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലെ ഫിസിക്കലി പോലും വേണ്ട, ഓൺലൈൻ ഇപ്പോൾ റെഡിറ്റ് കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും ഡിസ്കോഡിലൊക്കെ ആണെങ്കിലും വളരെ ത്രൈവിംഗ് ആയിട്ട് നമുക്ക് ഹൈലി ഏത് മേഖലയിലാണെങ്കിലും കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവിടെ നിന്ന് ഈ പറഞ്ഞ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ കൈൻഡ് ഓഫ് ഹൈ ക്വാളിറ്റി ട്രിഗേഴ്സും സാധനങ്ങളും ഒക്കെ കിട്ടും. എല്ലാം പോസിബിൾ ആണ്. നമ്മൾ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി, ഫോർ എക്സാമ്പിൾ PM ഫെലോഷിപ്പ്, ഞങ്ങൾ രണ്ടാളും കണക്ട് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന് PM ഫെലോഷിപ്പാണ്. PM ഫൗണ്ടേഷൻ എന്നുള്ളത് നമ്മുടെ ഗൾഫാർ മുഹമ്മദ് അലി സാറിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഒരു ടോപ്പേഴ്സ് ആയിട്ടുള്ള കേരളത്തിലെ ഒരു ക്രീം ആയിട്ടുള്ള, മേ ബി നോട്ട് ടോപ്പേഴ്സ് ബട്ട് ക്രീം ആയിട്ടുള്ള ഒരു 10 സ്റ്റുഡൻസിന് ഓരോ വർഷം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് ഞാനും ഷാരിഖൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. വെൽ ബിഫോർ അവർ യൂട്യൂബ് ചാനൽ ഷാരിഖിൻ്റെ റൈസ്, അതിനൊക്കെ മുമ്പ് തന്നെ ഞങ്ങൾക്ക് പരസ്പരം അറിയാം, റൈറ്റ്? ആൻഡ് ടുഡേ ആഫ്റ്റർ എൻ ഈവൻറ്റ് വി ആർ സിറ്റിംഗ് ഹിയർ, റൈറ്റ്? അപ്പോൾ അത്തരം കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഇൻട്രാക്ഷൻസ് നമ്മളെക്കാളും അടിപൊളിയായിട്ട് ചിന്തിക്കുന്ന, നമ്മൾ ഐ ഡോണ്ട് നോ ടു ഹൂം ദിസ് ഈസ് ആട്രിബ്യൂട്ടഡ്, നമ്മളെക്കാളും സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യണം എന്നുള്ളത്. ഈസ് ഇറ്റ് വാറൻ ബഫറ്റോ? ഇത് ആർക്കും അങ്ങനെ ഈസിലി ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ആൾക്കാർ, റൈറ്റ്? അപ്പോൾ ആൻഡ് ദാറ്റ്സ് ദാറ്റ്, റൈറ്റ്? ആ ഒരു എൻവയോൺമെന്റ് നമ്മളെക്കാളും ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ, ഡിഫറൻ്റ് ആയി ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് വേണം എന്നുള്ളതാണ്, റൈറ്റ്? തീർച്ചയായും. യെസ്. അപ്പോൾ എഗെയിൻ നമ്മൾ മേ ബി ഒരു യൂത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്, റൈറ്റ്? ആൻഡ് ഈ പറഞ്ഞൊരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനോട് നമുക്ക് തിരിച്ചു വരാം. ആൻഡ് ഈ 6 മാസത്തെ കോഴ്സുകൾ അല്ലെങ്കിൽ അപ്സ്കില്ലിംഗ്, ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ദാറ്റ്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊന്നുമില്ല. ദിസ് ആർ ഗുഡ് കോഴ്സസ്, അപ്സ്കില്ലിംഗ്, എവറിത്തിങ് വി ഷുഡ് ഡു. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളൊരു ബിഹൈൻഡ് ദ മോട്ടീവ് എന്താണ്? പെട്ടെന്ന് എന്തോ ആവണം. നമ്മൾ ലാലേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ് ആവണം. അങ്ങനെ സെറ്റ് ആവുമെന്ന് ഷാരിഖിന് തോന്നുന്നുണ്ടോ? വാട്ട്സ് യുവർ പെർസ്പെക്റ്റീവ്? ആ ഒരു മോട്ടീവിലാണല്ലോ നമ്മളിതെല്ലാം മേ ബി ഇങ്ങനത്തെ അപ്സ്കില്ലിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സസ്, ഈ കാര്യങ്ങളോ, ഈ കോളേജ് ഒരു സ്കിൽ ഡിബേറ്റ് ഒക്കെ വരുന്നത്. ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അതെല്ലാം ട്രിഗേഴ്സ് ആകാമെന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലൈഫ് സെറ്റ് ആകുമോ എന്നുള്ളത് ആ ട്രിഗറിനെ ഒരു വ്യക്തി എടുത്തിട്ട് ആ ട്രിഗറിൽ നിന്ന് പിന്നെയും അപ്സ്കില്ലിംഗ് നടന്ന് വളരെ നന്നായി ജീവിതത്തിന്റെ ഒബ്ജക്റ്റീവുമായിട്ട് അലൈൻ ആയിട്ടൊക്കെ പോയിട്ട് എവിടെയാണ് ജീവിതം. എന്നോട് ഒരാൾ ചോദിച്ചു, ഇത് സംഭവം കണ്ടപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ, 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റായാൽ നിങ്ങളുടെ 20കളും 30കളും എത്ര ബോറിംഗ് ആയിരിക്കും. അതെ, അപ്പോൾ ലൈഫ് സെറ്റ് ആകണം എന്നുള്ള ടോപ്പിക് തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ ഈ അപ്സ്കില്ലിംഗ് കോഴ്സസിന്റെ റിലവൻസിനെ പറ്റി വരാം. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് ട്രിഗേഴ്സ് ആകാം എന്നുള്ളതാണ്. ഇപ്പോൾ അത് പൈസ ഉള്ള കോഴ്സുകളാകാം, അല്ലാത്ത കോഴ്സുകളാകാം. നേരത്തെ പറഞ്ഞ പോലെ പാഷൻ കണ്ടെത്തുന്ന ഒരു ജേണിയിലാണ്. അപ്പോൾ പാഷൻ കണ്ടെത്തുന്ന ഒരു ജേണിയിലാണ് ഈ യൂത്ത് ഉള്ളത് എന്നുണ്ടെങ്കിൽ പല പല കോഴ്സുകൾ ചെയ്യാം, പല പല സംഭവങ്ങൾ ചെയ്തു നോക്കാം, പല കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിലൂടെ അറിവ് കിട്ടും ആ മേഖലയെ പറ്റി. അല്ല എങ്കിൽ കുറച്ചുകൂടി പാടായിരുന്നേക്കാം അതിനെപ്പറ്റി കിട്ടാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ. പക്ഷെ ആ കോഴ്സ് മേ ബി പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മേ ബി അതിനെപ്പറ്റി കുറേ കൂടെ മനസ്സിലായി, എത്രമാത്രം അവർക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാം, എത്രമാത്രം അവരുടെ സ്കിൽസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് മേ ബി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് ഏത് കോഴ്സ് എടുക്കട്ടെ, വെദർ ഇറ്റ്സ് ഈവൻ IITs ഓർ എയിംസ് ഓർ വാട്ട് എവർ, റൈറ്റ്? ഏത് കോഴ്സ് എടുത്താലും മേ ബി ഒരു 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട്, മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്, ഈ ഒരു 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് ഈ ഒരു കോഴ്സ് എടുത്തത് കൊണ്ട് യു വിൽ ബി സെറ്റ് എന്ന് ഡു യു തിങ്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, അത് നടക്കുന്നില്ലല്ലോ കോളേജിൽ. അത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അപ്സ്കില്ലിംഗ് കോഴ്സസിൻ്റെ ഒരു പ്രസക്തിയെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ കോളേജുകൾ നമ്മളെ മറ്റേ ബോയിനെ മാൻ ആക്കുകയാണ് എന്നുള്ളത് അഗെയിൻ സെക്സ് ന്യൂട്രലായിട്ട് പറയണമെന്നുണ്ട്. പക്ഷേ അഗെയിൻ അങ്ങനെ ഒരു ഫേമസ് സെയിങ് ഉള്ളത് കൊണ്ട് അങ്ങനെ പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ കുറേയും കൂടെ കേപ്പബിളായ, കുറേയും കൂടെ ലോകവിവരമുള്ള, അറിവുള്ള ഒരാളായിട്ട് പുറത്തിറങ്ങാം. പിന്നീട് അവിടെ നിന്ന് പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് എന്നൊക്കെയാണ്. അതായത് നമ്മൾ കുറച്ചുകൂടി ലോങ് ടേം ആയിട്ട് ലൈഫിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. ആൻഡ് എന്താ പറയുക, ഇപ്പോൾ ഒരു ഷാരിഖിൻ്റെ ഒരു പ്രോഗ്രഷൻ ഫ്രം കോളേജ് ടു സ്റ്റാർട്ടപ്സ്, ഒരുപാട് സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്തു, യൂട്യൂബ് സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങി. എന്താ പറയുക, ഒരു യങ്ങർ സെൽഫിലോട്ട് നോക്കുമ്പോൾ വാട്ട് അഡ്വൈസസ് യു ഗിവ്? അത് എവിടെ നിന്ന് തുടങ്ങണം? കോളേജിൽ നിന്ന് തുടങ്ങാനാണെങ്കിൽ അന്നേ കുറച്ചും കൂടി എവിടെയെങ്കിലും ഒന്നും കൂടി വായിച്ചോ മനസ്സിലാക്കിയോ 2 കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ കൂടെ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടെങ്കിലും IIT പറ്റിയെങ്കിലും മനസ്സിലാക്കാമായിരുന്നു മിനിമം.
അതുപോലും അല്ല. ഞാൻ വെൻ ഐ തിങ്ക് ലുക്ക് ബാക്ക്, ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് കുറച്ച് ട്രിഗേഴ്സ് എനിക്ക് വന്നിട്ടുള്ളത് അരവിന്ദ് ശ്രീനിവാസ്, പെർപ്ലെക്സിറ്റിയുടെ അരവിന്ദ് ശ്രീനിവാസ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ IT മദ്രാസ് എന്ന് പഠിച്ച വ്യക്തിയാണ്. അതിനുശേഷം ജസ്റ്റ് ബിക്കോസ് ഹി വെൻ ടു ദ US, IT മദ്രാസ് കഴിഞ്ഞിട്ട് US പോയി എന്നൊരൊറ്റ വിഷയം കാരണം അവിടെ നിന്ന് ഐ തിങ്ക് PGയും മറ്റ് PhDയും പരിപാടികളും ചെയ്തിട്ട് ഓപ്പൺ AIയിൽ ഇന്റേണായി കയറി. അങ്ങനെ അവിടെ നിന്ന് AI പറ്റി കൂടുതൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇവഞ്ച്വലി പെർപ്ലെക്സിറ്റി തുടങ്ങിയതും ഇന്ന് ലോകത്തിലെ ഏറ്റവും ഹോട്ട് സ്റ്റാർട്ടപ്സിന്റെ ഫൗണ്ടറായി മാറിയത്. അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ചിന്തിച്ചു അതേസമയം നവൽ രവികാന്ത് വളരെ ഫേമസ്ലി പറയുന്ന ഒരു സാധനമാണ്, നിങ്ങളെ സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്ന് നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കി, അരവിന്ദ് ശ്രീനിവാസ് US പോയതാണ് ഏറ്റവും വലിയ ഡിസിഷൻ ആയത്. അല്ല എങ്കിൽ IT മദ്രാസിൽ പഠിച്ച് ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരുന്നെങ്കിൽ വേറൊരു ടാൻജന്റും വേറെ എവിടെ എന്തായാലും ആ സ്കെയിലിൽ എത്തില്ലായിരുന്നു നമുക്കൊരു 99% ഉറപ്പ് പറയാം. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇതുപോലെ ഇത്രയും ടോപ്പിൽ ചിന്തിക്കാനുള്ള ഒന്നും കിട്ടിയില്ല. ഞാൻ സ്വയം ചിന്തിച്ചതുമില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറ്റ് കുഡ് ഹാവ് ബീൻ IIT, ഇറ്റ് കുഡ് വൈ നോട്ട് NTU NUS എന്നൊക്കെ കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് UG കഴിയുമ്പോൾ മേ ബി US പോകാമെന്നൊരു തോട്ട് ഉണ്ടാകാമായിരുന്നു. അല്ലെങ്കിൽ അതിന് ട്രിഗറോ അങ്ങനെ പോയാലുള്ള ബെനിഫിറ്റ്സ് ഒന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ കുറേ ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ തന്നെ പറയുന്ന, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വൈ ഡിഡ്ന്റ് ഐ തിങ്ക് ഓഫ് ഹാർവാർഡ് ഓർ MIT ഓർ ഈവൻ US Ivy League യൂണിവേഴ്സിറ്റി എന്നുള്ളത്. മേ ബി അങ്ങനെ ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ലൈക്ക് വാട്ട് ദേ ഷുഡ് ഡു ഡിഫറെൻ്റ്ലി ദാൻ അസ്? അതായത് ഐദർ സീക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു സാധനം കിട്ടാം. ഇങ്ങനെയാണല്ലോ സാധനം നമ്മുടെ ജീവിതത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സമയത്ത് നമുക്ക് കിട്ടാൻ ഉണ്ടായിരുന്നില്ല ഒന്നും, നമ്മുടെ ചുറ്റുമൊന്നും നമുക്ക് ആരും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. പക്ഷെ സീക്ക് ചെയ്യാനും അന്ന് വളരെ കുറവായിരുന്നു. എനിക്കൊക്കെ ഇന്റർനെറ്റോ കോണ്ടന്റോ ഒന്നും വളരെ കുറവ് തന്നെയാണല്ലോ. ഇന്ന് രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആൻസർ പറഞ്ഞത്. രണ്ടും ഉണ്ട്. ഇന്ന് സീക്ക് ചെയ്തില്ല എങ്കിൽ പോലും ക്യാപിറ്റലിസ്റ്റിക് എൻവയോൺമെന്റ് കുറേയും കൂടെ സ്ട്രോങ് ആയതുകൊണ്ട് XY ലേണിംഗ് അത്രമാത്രം ഉണ്ടാകില്ലായിരിക്കാം. പക്ഷെ മറ്റെത്രയോ കമ്പനിക്കാർ കുട്ടികളുടെ അടുത്ത് പോയിട്ട് സെഷൻസ് കൊടുക്കില്ലേ, നിങ്ങളിത് കേൾക്ക് മനസ്സിലാക്ക്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റിക് ആയതിൻ്റെ ഗുണം കാരണം ബിസിനസ്സസ് ബൊമ്പാർഡ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ. പിന്നെ പേരൻസും ഐ തിങ്ക് പേരൻസും അവെയർ ആകുന്നുണ്ട്. പേരൻസിൻ്റെ ജനറേഷൻ മാറി എന്നുള്ളത് കൊണ്ട് പേരൻസും കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഒന്നുമില്ലെങ്കിലും കുട്ടിക്ക് സീക്ക് ചെയ്യാൻ ഒന്ന് GPT അടുത്ത് ചോദിച്ചാൽ പോരെ, വളരെ വ്യക്തമായിട്ട് എല്ലാത്തിൻ്റെ പ്രോസും കോൺസും കോസ്റ്റും എല്ലാം കൊടുക്കുന്നു എന്നുള്ളത് കാരണം വളരെ ഈസിയാണെന്ന്. റൈറ്റ്. ദെൻ എന്താ പറയുക, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സീക്ക് ചെയ്യണം. റൈറ്റ്. നമ്മുടെ കുട്ടികൾ മേ ബി നമ്മുടെ കുട്ടികളുടെ സൈഡിൽ നിന്ന് പറയാനാണെങ്കിൽ സീക്ക് ചെയ്യാൻ വായിക്കാം. അതെ, തീർച്ചയായിട്ടും. അഗൈൻ സീക്ക് ചെയ്യാവുന്ന മെന്റാലിറ്റി ഇന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞല്ലോ. അതായത് ChatGPT എന്നുള്ളത് ഇരിക്കെ നമുക്ക് ഇവിടെ പറയാൻ ഭയങ്കര എളുപ്പമല്ലേ. സീക്ക് ചെയ്യണം എന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തിനെ പറ്റിയെന്ന് അറിയാൻ പറ്റാത്തത് വളരെ ഈസിലി ഇൻഫർമേഷൻ അവൈലബിൾ ആയതുകൊണ്ട് ആ ചർച്ച അവിടെ തീർന്നു. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു ചോയ്സ് ആണ് അല്ലേ, നമ്മുടെ ടൈം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അഗൈൻ കമ്മിങ് ബാക്ക് ടു ദാറ്റ്, റൈറ്റ്. നമ്മുടെ ടൈം ഈ ഒരു നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാവുന്ന കാര്യങ്ങൾ സീക്ക് ചെയ്യുന്നിടത്താണോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? അതല്ല ആർ വി ജസ്റ്റ് സ്ക്രോളിങ് ഓർ വി ഓൾവേസ് സ്ക്രോളിങ് എന്നുള്ളൊരു ഒരു അതെ 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 തീർച്ചയായും. ഇല്ല, അവിടെ ഈ സൈമൺ സിനക്കിന്റെ സ്റ്റാർട്ട് വിത്ത് വൈ അതെ അതെ. അല്ല, ഞാൻ എൻ്റെ നേരത്തെ ചോദ്യത്തെ പറ്റി കുറച്ചും കൂടി ചിന്തിക്കുകയാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപ് വൈയൊന്നും ചിന്തിക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല. അതായത് ഫ്ലോയിൽ ജീവിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ആ ഫ്ലോയിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കണം 12th കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് എവിടെയോ കിട്ടിയ സ്ഥലത്ത് എഞ്ചിനീയറിംഗിന് പോയി. എന്നിട്ട് ഏതോ ഒരു പോയിന്റിൽ പല ട്രിഗേഴ്സും എവിടെ എത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ കുറേയും കൂടെയൊക്കെ ഓരോ ഡിസിഷന് മുൻപും അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ പോയിന്റിന് മുൻപും വൈ ചിന്തിക്കുന്നത് മേ ബി ഒരു ശീലമാക്കിയേനെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതൊരു ഡിസിഷനും ബെറ്റർ ആകും. കാരണം അതൊരു ട്രിഗറാകും, അതൊരു ശീലമാകും. ഗിവ് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ട് വിത്ത് വൈ അല്ലെങ്കിൽ വൈ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ക്യാൻ യു ഗിവ് സം എക്സാമ്പിൾ? നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാമല്ലോ. അതായത് ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ 12th കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ വൈ ഞാൻ എത്ര ചിന്തിച്ചിരുന്നു. ഞാൻ ഇന്നൊരു വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വൈ ചിന്തിക്കുന്നത് വളരെ വലുതാണ്. ഞാൻ എൻ്റെ ജീവിതം എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിന് ഇത് അലൈൻഡാണോ, അതിന് ഞാൻ കേപ്പബിൾ, അങ്ങനെ കുറേ. അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്, നമ്മൾ രണ്ടുപേരും CEOs ആണ്. അപ്പോൾ നമ്മളൊരു കമ്പനിയിലൊരു ഡിസിഷൻ ആസ് എ CEO, ക്യാപിറ്റൽ ഇരിക്കുക, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകുക, എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന നിലയിൽ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യേണ്ട ഒരു ഡിസിഷൻ്റെ വൈ നമ്മളെങ്ങനെ ഇരിക്കും. നമ്മൾ ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തി ഒരു ഡോക്യുമെൻ്റ് എഴുതി അതുപോലെയല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആ ക്വാളിറ്റിയിലുള്ള ഡിസിഷൻ എടുക്കാം. അപ്പോൾ ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ പഠിക്കണമായിരുന്നു എന്നുള്ളത് ആ രീതിയിലൊരു വൈ ഞാൻ ചിന്തിച്ചിരുന്നു എങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഉത്തരങ്ങളും അന്നും കിട്ടിയേനെ. അന്നും കിട്ടായൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊരു ശീലമാക്കിയാൽ എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഹെൽപ്പ് ചെയ്യും, ലൈഫിൽ എല്ലായിടത്തും ഹെൽപ്പ് ചെയ്യും. മൈ പോയിന്റ് ബീങ്, നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോഴെല്ലാം ചെയ്ത് പോകും. പക്ഷെ എല്ലാ കാര്യവും നമ്മൾ ആ ഫ്ലോയിൽ പോകുന്നതിന് പകരം ഒന്ന് ഇരുന്ന് വൈ ചിന്തിച്ചാൽ
എല്ലാത്തിനുള്ള ഉത്തരം ഇന്ന് വളരെ ഈസിലി അവൈലബിൾ പ്രധാനപ്പെട്ട ആണ്. ലൈക്ക് മേ ബി നമുക്ക് കുറച്ചൊരു ഒരു കുട്ടിയുടെ ലൈഫ് കോണ്ടെക്സ്റ്റിലോട്ട് ഞാൻ അതിനൊന്ന് കൊണ്ടുവരാൻ ലെറ്റ് മീ ട്രൈ. അതായത് 12th ഒരു കുട്ടി, ഇനി വേണ്ട ഒരു കോളേജിൽ പോകുന്ന ഒരു കുട്ടി, മേ ബി ഹി സ്റ്റഡിങ് എ കൺവെൻഷണൽ ഡിഗ്രി കോഴ്സ് എന്ന് വിചാരിക്കുക, റൈറ്റ്? അപ്പോൾ മേ ബി ഹി വാണ്ട് ടു അപ്സ്കിൽ. അപ്പോൾ അപ്സ്കിൽ വരുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ് എന്ത്, എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പോകുന്നു, റൈറ്റ്? അല്ലെങ്കിൽ എല്ലാവരും മേ ബി ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, എല്ലാവരും ഇന്നൊരു കോഴ്സിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഒരു പി ജിക്ക് വേണ്ടി മേ ബി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവർ പി ജിക്ക് വേണ്ടി പോകാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ പോകുന്നു? ആം ഐ ഗോയിങ് വിത്ത് ദ ഫ്ലോ ഓർ ഡു ഐ ഹാവ് എ റിയൽ റീസൺ എന്നുള്ള ആ ഒരു ചർച്ച, സ്വയമായിട്ടുള്ള ചർച്ച തുടങ്ങിയെങ്കിലും ചെയ്യുമല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, തുടക്കം കിട്ടിയാൽ മതി, പിന്നെ ആ ചർച്ചയ്ക്ക് അടുത്തുത്തരം കിട്ടും. അപ്പോൾ അടുത്ത് എന്തെങ്കിലും വരും, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് ചർച്ച മുന്നിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഇൻഫർമേഷൻ തേടി പോകും. ഇൻഫർമേഷൻ തേടി പോകുമ്പോൾ നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടും, അപ്പോൾ നമ്മുടെ ചിന്തയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് വേറെന്തോ കിട്ടും. ഇവഞ്ച്വലി നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല, നമുക്ക് വേറെന്തോ ചെയ്യേണ്ടത്. ഫസ്റ്റ് പറഞ്ഞ, ഞാനിപ്പോൾ വെറുതെ കണക്ട് ചെയ്ത് നോക്കാം, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മേ ബി വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ടോപ്പ് സ്കിൽ ഈസ് എന്താ പറയാ, അനലിറ്റിക്കൽ തിങ്കിങ് ഈസ് ഇൻ ദ സെയിം തിങ്. റൈറ്റ്, യാ. നമ്മള് ലൈക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ച് ഫസ്റ്റ് ചിന്തിക്കണ്ടേ? നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് വേണം, നമ്മള് എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ലൈഫിന് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡു വി ഹാവ് ഷോർട്ട് ടേം ഗോൾസ്, ഡു വി ഹാവ് ലോങ് ടേം ഗോൾസ്? വാട്ട്സ് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് വാട്ട്സ് ദ ബെനിഫിറ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഗെറ്റ്? ലോങ് ടേം ആയിട്ട് നമ്മുടെ മനസ്സിൽ ഉള്ളത് എന്താണ്? ഫോർ എക്സാമ്പിൾ പറഞ്ഞ പോലെ നമുക്ക് US പോയി ജീവിക്കണം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി ജീവിക്കണം എന്ന് വിചാരിക്കാം. ആൻഡ് വാട്ട്സ് ദ വേ ടു ഡു ദാറ്റ്? അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ തോട്ട്, റൈറ്റ്? അതെ. അല്ല, ഇതിപ്പോ ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആയിരിക്കും, ഐ എം ഷുവർ. നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ കേൾക്കുന്ന കുട്ടികൾക്ക് ഇത് ഇവരെന്ത് പറയണ ലോങ് ടേം ചിന്തിക്കണം, അജ്മൽക്ക് പറഞ്ഞ ലോങ് ടേം ചിന്തിക്കണം, ഷോർട്ട് ടേം ചിന്തിക്കണം, നമുക്കത് പറ്റുമോ പറ്റില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് വളരെ അതൊന്ന്. രണ്ട്, ആ പേടി വെച്ച് ഇത് തുടങ്ങാതിരിക്കുന്നതിൽ പോയിന്റ് ഇല്ല. നമുക്കിതൊന്നും ഉണ്ടായിട്ടല്ല തുടങ്ങി. ഞാൻ പറയുന്നത്, എനിക്കിപ്പോൾ 31ാമത്തെ വയസ്സെത്തിയപ്പോഴാണ് എനിക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറയും. പക്ഷേ അപ്പോൾ നമ്മളെല്ലാവരും ഏതെങ്കിലും പോയിന്റ് തുടങ്ങാം. അപ്പോൾ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണല്ലോ പിന്നെ അതിൻ്റെ ക്വാളിറ്റി കൂടി വരുന്നത് നാച്ചുറലി സംഭവിച്ചു പോകുന്നൊരു സംഭവമാണ്. പക്ഷേ ആദ്യം ഇറാഷണലി ആണെങ്കിലും സ്റ്റുപ്പിഡ് ആയിട്ടാണെങ്കിലും ശരിയല്ലാത്ത രീതിയിലാണെങ്കിലും ഈ ചിന്തിക്കുക, എപ്പോഴും ഒരു ബ്രേക്ക് എടുക്കുക, ഇന്റർവെൻഷൻ എടുക്കുക, എന്ത് ഡിസിഷന് മുന്നാണെങ്കിലും ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ, ചിന്തിക്കാനുള്ള ശീലം വന്നു കഴിഞ്ഞാൽ അതിലെ ക്വാളിറ്റി കൂടുന്നത് ഒരു സ്കില്ല, അത് തനിയെ അപ്സ്കിൽ ആയിക്കോളും. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്രയധികം AI ടൂൾസിൽ ഡിപ്പെൻഡ് ആകുമ്പോൾ ഈ ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് കുറെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ? അതൊരു വേറെ തന്നെ ഒരു എന്ത് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ഞാൻ ചിന്തിക്കും, നമ്മൾക്ക് കുറേയൊക്കെ പണ്ട് ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് 5 ആർട്ടിക്കിൾ വായിച്ചിട്ട് 5 ആർട്ടിക്കിളിൻ്റെ കോംപ്രിഹെൻഡ് ചെയ്ത് 5 ആർട്ടിക്കിളിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ നമ്മുടെ തലയിലിട്ട് കോംപ്രിഹെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒപ്പീനിയൻ ഫോം ചെയ്യുക. ആ പണി നമ്മളിപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യാണല്ലോ ChatGPT. ചോദിച്ചാൽ ChatGPT ആണ് 10 ലിങ്കിൽ നിന്ന് 10 ആർട്ടിക്കിൾ വായിച്ചിട്ട് ഓൾറെഡി കോംപ്രിഹെൻഡ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ മാത്രം മോസ്റ്റ്ലി തരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ എനിക്കിത് തോന്നലുണ്ട്, നമ്മുടെ കോംപ്രിഹെൻഷൻ സ്കില്ല് കുറച്ച് കുറയുമെന്നുള്ളത്. പക്ഷേ അത് ഈ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ പേരൻസ് അവർ പണ്ട് എന്തോ ബുദ്ധിമുട്ടി നമുക്ക് എളുപ്പമായില്ലേ എന്ന് പറഞ്ഞ പോലെയാണോ നമ്മളിരുന്ന് ചർച്ച ചെയ്യുന്നൊരു പേടി എനിക്ക് പലപ്പോഴും തോന്നും. ആ പേടി വരാതിരിക്കാൻ ഒരൊറ്റ സംഭവമേ ഉള്ളൂ, ഇതിനെ നല്ല രീതിയിലും ഉപയോഗിക്കാം. അതായത് നമ്മൾ 5 ലിങ്കിൽ പോയി ഒരു വിഷയത്തെ പറ്റി 5 ലിങ്കിൽ പോയി വായിച്ചു. അതിന് പകരം ഇന്നത്തെ കുട്ടികൾ 5 ഡിഫറെൻറ്റ് വിഷയങ്ങളെപ്പറ്റി ChatGPTൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ആ 5 സാധനങ്ങളും കോംപ്രിഹെൻഡ് ചെയ്ത് സ്വന്തം തോട്ട് ഉണ്ടാക്കാനുള്ള വർക്ക് ഇട്ടാൽ അതൊരു ഫോഴ്സ് മൾട്ടിപ്ലയറായി. പക്ഷെ എത്ര പേര് അത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്നൊരു പേടി എനിക്കുണ്ടെന്ന് മാത്രം. കാരണം നമുക്ക് വേണ്ട നെസസിറ്റി, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൺവീനിയൻസ് ആണ്, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നേച്ചറാണ്, മറ്റേ ഫസ്റ്റ് നേച്ചർ. എനിക്കിപ്പോൾ തോന്നാറുള്ള ഒരു കാര്യം, നമ്മൾ മേ ബി സ്കൂൾസിലോട്ടൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ലൈക്ക് വി ഹാഡ് എ ഫിസിക്കൽ ട്രെയിനിങ് പീരിയഡ്, ഒരു PT പീരിയഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെ വി ഷുഡ് ഹാവ് എൻ ഇന്റലക്ച്വൽ ട്രെയിനിങ് പീരിയഡ് എന്താ പറയുക, വേറെ ഡിവൈസസും സാധനങ്ങളൊന്നും അലൗഡ് അല്ലാതെ ഒരു പെന്നും പേപ്പറും ഒരു ഓപ്പൺ എൻഡഡ് പ്രോബ്ലം ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു പീരിയഡ് ഉണ്ടാവണമെന്നാണ് എനിക്കിപ്പോൾ തോന്നാറുള്ളത്. അതെ, മേ ബി അങ്ങനെയൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. അതെ. കാരണം ആളുകൾ ചിന്തിക്കാൻ ആളുകൾക്ക് ഒരു അവന്യൂ കൊടുക്കുമ്പോഴല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞതിൽ ഒരു ഏറ്റവും സെൻട്രൽ പില്ലർ ആയിട്ട് വരുന്നത് ആ ചിന്തിച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയി വരികയും അതിങ്ങനെ അതിന്റെ ക്വാളിറ്റി കൂടി വരുന്നതുമാണ് സെൻട്രൽ ടു എവരിതിങ്. ചിലപ്പം മിസ്റ്റേക്ക് ലൈക്ക് നമ്മൾ വിചാരിച്ച പോലെ സംഭവിച്ചു കൊള്ളണമെന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് വി നോ എന്താ പറയുക വേർ വി ഹാവ് ഗോൺ റോങ് ആൻഡ് വാട്ട് വി ക്യാൻ ഡു നെക്സ്റ്റ് എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. റൈറ്റ്, നമ്മുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. റൈറ്റ്, നമ്മുടെ മുമ്പിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്.
ഓക്കെ റൈറ്റ്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു. കോളേജ് അപ്പ് സ്കില്ലിങ് ബേസിക്കലി നമ്മൾ എത്തിത്തീർന്ന ഒരു സംഭവം, നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കണം, നമ്മൾ വർക്ക് ചെയ്യണം. നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ ബെറ്റർ ആയിട്ട് വരും. റൈറ്റ്. അപ്പോൾ ഡംബ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഒന്നും നമുക്ക് ആർക്കും ഇല്ല. ഡംബ് എന്നുള്ള സ്റ്റേറ്റ് നമ്മൾ നമുക്ക് തന്നെ കൈൻഡ് ഓഫ് ഉണ്ടാക്കി വെക്കുന്ന, തീർച്ചയായിട്ടും വി ക്യാൻ കൺക്ലൂഡ് ലൈക്ക് ദാറ്റ്. നമ്മൾ നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. നമ്മളൊന്നൊരു ഇൻവെസ്റ്റഡ് അല്ലാതെ നമ്മൾ നമ്മുടെ ടൈം വെറുതെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് വരുത്തി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ത് വി ആർ ബിക്കമിങ് ഡംബ് എന്നുള്ളത്. അല്ലാതെ നമുക്ക് നമ്മുടെ ജീനുകളെയോ മറ്റൊന്നും അതിനെന്ത് ചെയ്യാൻ പറ്റില്ല. അൺലെസ് വി ഹാവ് സം മെഡിക്കൽ കണ്ടീഷൻ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ വീഡിയോ കാണുന്നവർക്കും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ റൈറ്റ്. നമ്മൾ വേറെ 1-2 ഭാഗങ്ങളോട് പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റൈറ്റ്. ഷാരിഖ് ഇപ്പോഴാണ് കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ വിച്ച് കോഴ്സ് വിൽ യു സ്റ്റഡി? Which course will you study? Which college will you go എന്നുള്ളതാണോ? Which college or which course, whatever you want. ഇല്ല, ഞാൻ എപ്പോഴും കോളേജിനെ കോഴ്സിനേക്കാൾ മുകളിൽ വെക്കുന്ന വ്യക്തിയാണ്. അതാണ് എന്നെ ജീവിതം പഠിപ്പിച്ചിട്ടുള്ള സാധനം. അപ്പോൾ കുറേയും കൂടെ ഹയസ്റ്റ് സ്ഥലത്ത് എത്തണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബെറ്റർ ക്വാളിറ്റി ഓഫ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ ഒരു ഐവി ലീഗ് കോളേജ് സെലക്ട് ചെയ്യും. അതെ, അപ്പോൾ ഐവി ലീഗ് കോളേജിലാണ് പോവുക. എന്ത് പഠിക്കാനാണ് പോവുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ AI വന്ന് കാര്യങ്ങൾ കുറേ മാറിയതിൻ്റെ കുറച്ച് മുൻപ് വരെ, അല്ലെങ്കിൽ AI വന്നാലും അത് ഡിസ്റപ്റ്റ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുറേയും കൂടെ എന്തെങ്കിലും CS റിലേറ്റഡ് ആയിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പ്രൈമറിലി ഒരു ബിൽഡർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഞാൻ ഇങ്ങനെ കുറേ സ്വപ്നങ്ങൾ കാണുന്ന എന്തെങ്കിലും ബിൽഡ് ചെയ്യണം, എവിടെയെങ്കിലും എത്തണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ജേണിയിൽ എനിക്ക് എപ്പോഴെങ്കിലും പരിമിതികൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ടെക്ക് ബിൽഡ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഐഡിയാസ് വരുമ്പോൾ എനിക്കത് സ്വയം ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു 26-27 കഴിഞ്ഞപ്പോൾ നെവർ ടു ലേറ്റ് ടു ലേൺ. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു, പിന്നെ എനിക്ക് എൻ്റെ റൗണ്ട് ടീമും ഒക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ ഒരിക്കലും പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയില്ല. അപ്പോൾ അതെനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു, ഞാൻ മേ ബി എനിക്ക് കോഡ് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഇപ്പോൾ പോലും ഇപ്പോൾ ഉള്ള അവസ്ഥേനേക്കാളും ഞാൻ ബെറ്റർ ആയേനെന്ന്. ഇതൊന്ന്. അപ്പോൾ അതേസമയം നവൽ രവികാന്ത് അഗെയിൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ലെവറേജ് ഉള്ള സാധനങ്ങളിൽ ഒന്ന് കോഡും 2 മീഡിയയുമാണെന്നുള്ളതാണ്. ഒന്ന്, ഞാൻ മീഡിയയിൽ ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം രണ്ടിനും ഏസിമെട്രിക് റിട്ടേൺസാണ്. നമുക്കറിയില്ല, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കോഡ് എഴുതിയോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു ചർച്ച നടത്തിയാൽ മതി. ഈ ചർച്ച പോലും 10,000-ഓ 20,000-ഓ പേര് കണ്ടേക്കാം. അതിൽ 10 പേർക്കെങ്കിലും വളരെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഇത് ഹിറ്റായാൽ അവരെവിടെയെങ്കിലും പോയി വേറെ എന്തെങ്കിലും ചെയ്ത് ലോകം, അവർ നാളത്തെ ആരോ ആകാം, നമുക്കറിയില്ല, വേൾഡ് ചേഞ്ച് ചെയ്യുന്ന വ്യക്തിയാകാം. അപ്പോൾ അതിന് ചിലപ്പോൾ ഇത് ട്രിഗർ ആയേക്കാം. അപ്പോൾ ഏസിമെട്രിക് റിട്ടേൺസ് ആണ് മീഡിയക്കും കോഡിനും ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ മീഡിയ ചെയ്യുന്നുണ്ട്, ബട്ട് അപ്പോൾ കോഡ് എനിക്ക് മിസ്സിംഗ് ആണ്. അപ്പോൾ ഒരു ഐവി ലീഗ് കോളേജിൽ ഞാൻ സംതിങ് അറൗണ്ട് കോഡിംഗ്. അഗൈൻ എന്താ പറയുക, ഇന്നത്തെ വലിയൊരു ഡിബേറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ആക്ച്വലി ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണോ എന്നുള്ളത്. അതാണ് ഞാൻ AI-ന്റെ ഡിസ്ക്ലെയിമർ ഒന്ന് ഇട്ടത്. അതായത് ഇന്നൊരു വൈബ് കോഡിങ്ങിന്റെ ഒരു കാലഘട്ടത്തിൽ ഈവൻ വെൻ ഐ ലുക്ക് അറ്റ് ദാറ്റ്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഐ എം മോർ ഇൻ ടു ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ അല്ല. അപ്പം എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, ഐ ഹാഡ് എ ചാൻസ് ടു ടേക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഒരു വേറെ ഡിസിഷൻ ആയിരുന്നു. പക്ഷേ ലൈക്ക് അഗെയിൻ ഒരു റിഗ്രറ്റ് നമ്മൾ വെച്ചിട്ട് കാര്യമില്ല. അഗെയിൻ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു മേ ബി ഒരു 10 ആളെ ടീം ഇരുന്നിട്ട് ഒരു 6 മാസം വർക്ക് ചെയ്യുന്നൊരു സംഭവം ഇന്ന് മേ ബി ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു 2 ആഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഈസ് ഇൻ ഇറ്റ് ലൈക്ക് എക്സൈറ്റിംഗ് ഓർ ഇൻറ്റിമിഡേറ്റിംഗ് ഓർ ബോത്ത് അറ്റ് ദ സെയിം ടൈം എന്നുള്ളതാണ്. അത് ഫോർ ദ ഓഡിയൻസ് അല്ലേ, അത് കേൾക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പക്ഷേ അഗെയിൻ ഞാൻ AI വരുന്നു എന്നുള്ളത് കൊണ്ട് അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ്, അറ്റ്ലീസ്റ്റ് ആസ് ഓഫ് നൗ. അപ്പോൾ നമ്മുടെ കേപ്പബിലിറ്റി കൂട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്താ എത്രയോ വൈബ് കോഡിംഗ് പറഞ്ഞു അല്ലേ, എത്രയോ വൈബ് കോഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാനും ഇരുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. റെപ്ലിറ്റിലാണെങ്കിലും ബോൾട്ടിലാണെങ്കിലും. ഇപ്പോൾ അത് എമർജന്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, എൻഡ് ടു എൻഡ് ഡിപ്ലോയബിൾ ആപ്സ് തരും. ഇപ്പോൾ റെപ്ലിറ്റ് ഒക്കെ മോസ്റ്റ്ലി റെപ്ലിറ്റ് എല്ലാം ഇത് മാത്രം പ്രോട്ടോടൈപ്പ് തരുന്നുള്ളൂ. ബാക്ക് പിന്നെ നമ്മൾ വേറെ പണിയണം, ബാക്ക് കണക്ട് ചെയ്യണം, API ഒക്കെ അവിടെ നിന്ന് പോയി എടുക്കണം എന്ന് നമുക്കറിയില്ല. അഗൈൻ നോൺ കോഡിംഗ് ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ എമർജന്റ് പറയുന്നത് എൻറ്റയർ ഡിപ്ലോയബിൾ ആപ്പ് ഉണ്ടാക്കി തരാം എന്നുള്ളതിലേക്ക് പോലും എത്തുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ പറയുന്നത് ഈ സാധനങ്ങളെല്ലാം ഞാൻ പേഴ്സണലി ട്രൈ ചെയ്യുന്നത് എൻ്റെ ഒരു ഇതിൽ നിന്ന്. കമ്പ്യൂട്ടർ സയൻസ് ലൈക്ക് എ പ്രോബ്ലം സോൾവിംഗ് എന്നുള്ള സംഭവം. പക്ഷേ ഞാൻ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് കോളേജിന്റെ കോണ്ടെക്സ്റ്റിൽ അല്ലാതെ കോഡിങ്ങിൽ കിടന്നൊന്ന് മറിഞ്ഞ വ്യക്തി അല്ല എങ്കിൽ എത്ര AI ഉണ്ട് എങ്കിലും അത് യൂസ് ചെയ്തൊരു ഡിപ്ലോയബിൾ സാധനം ബിൽഡ് ചെയ്യൽ കുറച്ച് പാടായി വരും. ഒരു പ്രോബ്ലം സോൾവിംഗ് മൈൻഡ് സെറ്റ്, ഒരു ബിൽഡർ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ദാറ്റ് മൈറ്റ് ബി എ റൈറ്റ് തിങ് എന്ന് പറയാറുണ്ട്. റൈറ്റ്. ഓക്കെ. അനദർ ഇൻട്രസ്റ്റിംഗ് തിങ് ഐ വാണ്ട് ടു ആസ്ക് യു, ഒരു ഡിബേറ്റബിൾ ആയിട്ടുണ്ട്. How much money will make you happy, or will money actually makes you happy? ഭയങ്കര ചോദ്യമാണല്ലോ ഇത്. ഞാൻ കുറേ അധികം ചിന്തിച്ച് ഒരു വിഷയമാണ്. വിൽ മണി മേക്ക് യു ഹാപ്പി? എല്ലാവരും വേറെ പല സ്ഥലങ്ങളിൽ പല ഡിബേറ്റുകളൊക്കെ നടന്നിട്ടുള്ള അല്ലേ. മറ്റേ ഫേമസ് കോട്ട് ഉണ്ടല്ലോ, പൈസ
ലംബോർഗിനിയിൽ ഇരുന്ന് കരയുന്നതാണ് റോഡ് സൈഡിൽ വീടില്ലാതിരുന്ന് കരയുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവ്ലി ഞാനിങ്ങനെ ജീവിച്ച് വന്നതാണല്ലോ. കോളേജ് കഴിഞ്ഞിട്ട് നമുക്കൊരു പൈസ ഇല്ല, ചെറിയൊരു കരിയറിൽ നിന്ന് ചെറിയ സാലറിയിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പം ആ സ്റ്റേജും ആ ഫേസും ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പണം തീർച്ചയായിട്ടും നമുക്ക് മൊമെൻ്ററി ഹാപ്പിനെസ്സും ഇവഞ്ച്വൽ ലൈഫിൽ കംഫർട്ടും ഒക്കെ വാങ്ങിച്ചു തരുന്ന ഒരു സംഭവമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിൽ പൈസയാണ് ഫ്യൂവൽ എന്നിരിക്കെ യു ഹാവ് ബെറ്റർ ഇറ്റേഴ്സ് എന്നുള്ളതുണ്ട് ഒരു ത്രഷോൾഡ് വരെ. അപ്പോൾ ആ ത്രഷോൾഡ് വരെ എത്ര കൂടുന്നു അത്രയും തന്നെയാണ് നമ്മുടെ കംഫർട്ടും കൺവീനിയൻസും കൂടുന്നുള്ളൂ. കംഫർട്ടും കൺവീനിയൻസും കൂടുതൽ നേരത്തെ മനുഷ്യൻ്റെ ഫസ്റ്റ് നേച്ചർ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളത് കൊണ്ട് നമ്മുടെ ലൈഫ് കൺവീനിയൻ്റ് ആകുന്നു. കൺവീനിയൻസും ഈസിനെസ്സും കൂടുന്നു എന്നുള്ളത് കൊണ്ട് പൈസ ജീവിതം ബെറ്റർ ആക്കും. അതൊരു ചർച്ചയില്ല, അത് ഒബ്ജക്റ്റീവ് റൈറ്റ്. ഇനി എത്ര പൈസയാണ് എന്നുള്ളൊരു വലിയ ചർച്ചയിലേക്ക് വരും. പിന്നെ അത് ഹാപ്പിനെസ് തരുന്നു എന്നുള്ളതെന്ന് ചോദിച്ചാൽ റൈറ്റ്. അപ്പോൾ ഹാപ്പിനെസ് എന്താണ് ശരിക്കും അല്ലെ? ഹാപ്പിനെസ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിട്ട് കാണുന്നത്. ആൾക്കാരിങ്ങനെ ഭയങ്കര ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ട് ഭയങ്കര അബ്യൂസ് ചെയ്യപ്പെട്ടൊരു വാക്കാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ്സിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിട്ട് കാണാം. ഒന്ന് പ്ലഷർ എന്ന് പറയും, രണ്ട് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഫുൾഫിൽമെന്റ്. ഹാപ്പിനെസ് എന്ന വാക്കില്ല എന്ന് വിചാരിച്ചു. ഒന്ന് പ്ലഷറും പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഫുൾഫിൽമെന്റ്. അതൊരു സെൻസ് ഓഫ് ഫുൾഫിൽമെന്റ്, സമാധാനം. നമുക്ക് ജീവിതത്തിൽ എല്ലാ ദിവസവും യു ഫീൽ ഗുഡ്, യു ഫീൽ സാറ്റിസ്ഫൈഡ്, എന്താ പറയാ, ഒരു സംതിങ് വി ഹാവ് അച്ചീവ്ഡ്, ഈ കാര്യങ്ങളൊക്കെ റൈറ്റ്. അപ്പോൾ അത് വേറെ. അപ്പോൾ രണ്ടിനെ നമ്മൾ ഒരുമിച്ച് വെച്ചാൽ ചർച്ചകൾ പാടാം, രണ്ടിനെ രണ്ടാക്കണം. അപ്പോൾ പ്ലഷർ എന്താണെന്ന് ചോദിച്ചാൽ എന്താ, എനിക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ ഇഷ്ടമാണ്, ഞാൻ ഇന്ന് വൈകിട്ട് ഇവിടെ വന്നിരുന്ന് സംസാരിച്ചു, അപ്പോൾ എനിക്ക് പ്ലഷർ കിട്ടി, ഞാൻ ഹാപ്പി ആയി എന്ന് പറയാം. ഐസ്ക്രീം കഴിക്കുന്നു, അതെ, നമ്മളിന്ന് ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കഴിച്ചു, ബിരിയാണി കഴിക്കണത് എനിക്ക് ഇഷ്ടമാണ്, ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് പ്ലഷർ കിട്ടി. അപ്പോൾ പ്ലഷറുകൾ അങ്ങനെ മാത്രം കാണാൻ പറ്റുക മതി. അപ്പോൾ അതിൽ നിന്നല്ലാതെ വലിയ ലൈഫ് ഡിഫൈനിങ് സാധനങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഇനി ലൈഫ് ഡിഫൈനിങ് സാധനങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള സാധനം വരാം. അവിടെ എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത്, ഓക്കെ ഒന്നുകൂടി അപ്പം പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ട്, പൈസ മോസ്റ്റ്ലി പ്ലഷർ ആയിരിക്കും ഡ്രൈവ് ചെയ്യുക. മോസ്റ്റ്ലി പൈസ ഉള്ളത് കൊണ്ട് നമുക്ക് കൺവീനിയൻസ് കൂടുന്നു എന്നുള്ളതെല്ലാം മോസ്റ്റ്ലി പ്ലഷർ ആണല്ലോ. അതായത് ഇപ്പോൾ എനിക്ക് മേ ബി ഒരു സാധനം പെട്ടെന്ന് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയെന്നുള്ളത് കൺവീനിയൻസ്, അപ്പോൾ അത് പ്ലഷറാണ് എനിക്ക് തന്നത്. സാറ്റിസ്ഫാക്ഷനാണ് കുറേയും കൂടെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ചേസ് ചെയ്യേണ്ടതും ലൈഫിൽ പ്രൈമറിലി കിട്ടേണ്ടതും സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അതിനെൻ്റെ ഉത്തരം അത് പൈസയായിട്ട് നെസസറിലി ലിങ്ക്ഡ് അല്ല. അപ്പോൾ അതിനെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയാനാണെങ്കിൽ, ഞാൻ കുറേ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന സാധനം, എല്ലാവരുടെ അകത്തും അവർക്ക് അറിഞ്ഞോ അറിയാതെയോ ഫോമായി വരുന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ജീവിതത്തിൽ നിന്ന് അവരെന്ത് ആഗ്രഹിക്കുന്നു എന്നൊരു ഒബ്ജക്റ്റീവ്. സ്റ്റാർട്ട് വിത്ത് വൈ അഗൈൻ. അതെ അത് ഭയങ്കര രസം. ഞാൻ കുറേ പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പലർക്കും ഇത് അറിയില്ല, പലരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കുന്നില്ല. അപ്പോൾ എല്ലാവരുടെ അകത്തും ഒരു ഇന്നേറ്റ് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, കുഡ് ബി സംതിങ്. ആ ഒബ്ജക്റ്റീവിൻ്റെ എൻഡേവർ, ഒന്നിലെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യൽ പലർക്കും അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ഡിപ്പെൻഡിങ് ഓൺ ദ ഒബ്ജക്റ്റീവ്. എൻ്റെ ഒബ്ജക്റ്റീവ് എനിക്ക് അച്ചീവ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത് അച്ചീവ് ചെയ്യലോ അതിൻ്റെ എൻഡേവറോ ആണ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിരുന്ന് ആലോചിക്കുമ്പോൾ, ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക, അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാകുക, അതാണ് പ്രൈമറിലി എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ഞാൻ കുറേ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന എൻ്റെ ഓരോ ദിവസത്തെ ജീവിതവും ഞാൻ അതിലേക്കുള്ള ജേണിയാണ്. അപ്പോൾ അതിലെനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. റൈറ്റ്. അപ്പോൾ ഒന്നുകിൽ ആ ഒരു ശരിക്കും പറഞ്ഞ 2 പോയിന്റ്സ് ആണ്. ഒന്നുകിൽ ലൈക്ക് ദാറ്റ് ഗോൾ, അച്ചീവിങ് ദാറ്റ് ഗോൾ, ഓർ റാദർ ദ പാത്ത് ടു ദാറ്റ് ഗോൾ. കറക്റ്റ്. റൈറ്റ്. ആൻഡ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് എനിക്ക് തോന്നുന്നത്, ഈ പാത്ത് എന്നുള്ളതിന്. അതിന് ഞാൻ കുറച്ചും കൂടെയും ഈ പ്ലഷർ എന്നുള്ളതിനെയും സാറ്റിസ്ഫാക്ഷനും മാറ്റിയിട്ട് ഞാനൊരു ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോഴും നമ്മൾ ആ JEE പ്രിപ്പറേഷൻ ഞാൻ ആലോചിക്കുമ്പോൾ, ഇറ്റ് വാസ് സ്ട്രഗിൾ, ഇറ്റ് വാസ് പെയിൻ, ആൻഡ് അൺലെസ് യു ഡോണ്ട് ടേക്ക് ദാറ്റ് പെയിൻ, ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ദാറ്റ് വാസ് ദ, എന്താ പറയുക, ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ് എന്നുള്ളതാണ്. ഐ മീൻ, ഒരു ലൈഫിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന, ഇപ്പം ആലോചിക്കുമ്പോൾ ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവം ആ ഒരു സമയമാണ്. അപ്പോൾ അന്നത്തെ ഒബ്ജക്റ്റീവ് അതായിരുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റീവിന് വേണ്ടി ചെയ്തത് എന്നുള്ളത് സാറ്റിസ്ഫാക്ഷൻ തന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞ സംഭവം ലോങ് ടേം ആകാൻ ഞാൻ ചിന്തിക്കുമ്പോൾ അബ്സല്യൂട്ട് ലോങ് ടേം ഒബ്ജക്റ്റീവിനോട് അലൈനായി ജീവിച്ചാൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്നുള്ളതാണ്. ഇനി അതല്ല, ചെറിയ ചെറിയ ഒബ്ജക്റ്റീവുകൾ ലൈഫിൽ, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതിന് അലൈൻഡായി ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അബ്സല്യൂട്ട് ഫുൾഫിൽമെന്റും പർപ്പസും ജീവിതത്തിൽ തരിക. ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൽട്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേൾഡിൽ ലോങ്സ്റ്റ് റണ്ണിങ് സ്റ്റഡി ഉണ്ട്. അതിലവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് 1940s തുടങ്ങിയതാണ്. അപ്പോൾ അവർ അന്നത്തെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരെടുത്തു. റൈറ്റ്. ആൻഡ് ദേ ആർ കണ്ടിന്യൂയിങ് ദാറ്റ് സ്റ്റഡി നൗ ഓൾസോ. അവരുടെ മരണത്തിന് ശേഷം അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഇത് കണ്ടിന്യൂ ചെയ്യാണ്. 80+ years ആയിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഹാർവാർഡ് ഒബ്വിയസ്ലി നമുക്കറിയാം, ഭൂരിഭാഗം ആൾക്കാർ നല്ല കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ്. ബിക്കോസ് ദേ ആർ ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ അതിൽ അവരെ ഫോളോ ചെയ്തപ്പോൾ പറഞ്ഞത്, പീപ്പിൾ ഹു ഹാഡ് ദിസ് കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ ഫുൾഫിൽമെൻറ്റ് ഓർ ദാറ്റ് കൈൻഡ് ഓഫ് ഹാപ്പിനെസ്,
അവർ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് റിലേഷൻഷിപ്സ് ഉണ്ടായ ആൾക്കാരാണെന്നുള്ളതാണ് സ്റ്റഡിയുടെ റിസൾട്ട്സ്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഏത് പുസ്തകങ്ങളതൊക്കെ പറയുന്നത് ഗ്രാൻഡ് സ്റ്റഡി എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് ചില ആളുകൾ ആൽക്കഹോളിക്സ് ആയി മാറി ആൻഡ് ദേ ഗോഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ്. അവർ നല്ല കാശുണ്ടാക്കി, ബട്ട് മെനി ഓഫ് ദം വെൻ ടു ഡിപ്രഷൻ, സൂയിസൈഡ്, ഇങ്ങനത്തെ സംഭവങ്ങളിലോട്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ലൈഫിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന സംഭവം നമുക്ക് മേ ബി നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക, നമ്മുടെ സ്പൗസസുമായിട്ട്, നമ്മുടെ കുട്ടികളുമായിട്ട്, നമ്മുടെ പാരൻസുമായിട്ട്, നമ്മുടെ സിബ്ലിങ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വളരെ രസകരമായിട്ടുള്ള മേ ബി നമ്മൾ കുറച്ച് ആലോചിക്കേണ്ട ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്. അല്ല, ഇതിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. അതായത് ഇതിപ്പോൾ ഹാർവേർഡിന്റെ സ്റ്റഡി ആയി പോയി. അതുകൊണ്ട് എനിക്ക് ഇതിനെ ഡിബേറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. എന്നാലും ഇതിനൊരു ഡിബേറ്റിൻ്റെ സ്കോപ്പ് എനിക്ക് കാണുന്നുണ്ട്. കാരണം ഇത് ഞാൻ എൻ്റെ ഫ്രെയിം വർക്കിലേക്ക്, ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു വേൾഡിലേക്ക് ഇതിനെ കൊണ്ടുവന്നാൽ ഞാൻ ചിന്തിക്കും, ഇതിലിപ്പോൾ അവർക്ക് റിലേഷൻഷിപ്സിൽ നിന്ന് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, അത് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, അവർക്ക് അവിടെ നിന്ന് പ്ലഷർ ആണോ കിട്ടിയത്, സാറ്റിസ്ഫാക്ഷൻ ആണോ കിട്ടിയെന്ന്. എനിക്കറിയുന്ന വ്യക്തികളുണ്ട്, അവർക്ക് നമ്മളൊരു 30 വയസ്സിൽ ആലോചിക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ 40 ഭയങ്കര പോയിന്റാണ്. ഞാൻ പറഞ്ഞ ഞാൻ ഇനി മുന്നിലേക്ക് പറയുന്നില്ല. കാരണം ജീവിതം എത്ര ഡൈനാമിക് ആണ് എന്നും ഞാൻ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷത്തിൽ തന്നെ എൻ്റെ തന്നെ തോട്ടുകളും ചിന്തകളും ജീവിതത്തെ പറ്റിയുള്ള ഔട്ട്ലുക്കും ഫിലോസഫിയും ഒക്കെ മാറി വരുന്നത് ഞാനും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഐ എം ഷുവർ മേ ബി 5 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ നമ്മൾ തന്നെ മേ ബി ഇരുന്നിട്ട് ഇങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാനൊരു അവസരം ഉണ്ടാവട്ടെ. വേറെ തന്നെ ഫിലോസഫീസിലേക്കും എത്തിയേക്കാം, പുതിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അതും ഒരു വളരെ നല്ല പോയിന്റാണ്. റൈറ്റ് മേ ബി റൈറ്റ്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരുടെ അടുത്ത് അഡ്വൈസ് എടുക്കുന്നു എന്നുള്ളത് ഒരു ഭയങ്കര പോയിന്റാണ്. നമ്മൾ സാധാരണ ഞാൻ എപ്പോഴും ആയിരിക്കാറുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് സീനിയേഴ്സിൻ്റെ അടുത്താണ് നമ്മൾ അഡ്വൈസ് എടുക്കുക. എല്ലാം തലതെറിച്ച് നമ്മളും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എല്ലാം കൈൻഡ് ഓഫ് തലതെറിഞ്ഞ പൊളിഞ്ഞ അഡ്വൈസുകളായിരിക്കും നമ്മളും കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടാവുക. റൈറ്റ്. ഇപ്പം നമ്മൾ 30 വയസ്സിലാലോചിക്കുമ്പോൾ ഇപ്പം ഞാനും ഷാരിക്കും അടക്കം മേ ബി നമ്മളൊരു 3 വർഷം മുമ്പുള്ള നമ്മളല്ല ഈ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ തിങ്കിങ് തിങ്സ് ലിറ്റിൽ ബിറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. റൈറ്റ്. ഒരു 10 വർഷം കഴിയുമ്പോൾ മേ ബി ഐ ഡോണ്ട് നോ. തീർച്ചയായും. അതെ അതെ. അല്ല, അപ്പോൾ മേ ബി ഇപ്പം ഞാൻ ആ സ്റ്റഡി എന്തായാലും അവർ സ്റ്റഡി ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഹാപ്പിനെസ് എന്നുള്ളതിനെ ഞാൻ പ്ലഷറും സാറ്റിസ്ഫാക്ഷനുമായിട്ട് മുറിച്ചിട്ട് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ്റെ ഉത്തരം എന്താ, ഞാൻ സബ്ജക്റ്റീവാന്ന് പറഞ്ഞു അല്ലേ. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാകും. അതിന് വേണ്ടത് ചെയ്യുമ്പോൾ അവർക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ ഈ സ്റ്റഡി പറയുന്നത് അവർ ഒബ്ജക്റ്റീവ് ആൻസർ കണ്ടെത്തി. റിലേഷൻഷിപ്പ് നല്ലത് ഉണ്ടാകലാണ് ഉത്തരം എന്ന് ഒബ്ജക്റ്റീവ്ലി അവർ പറഞ്ഞു. ഇപ്പൊ ഞാൻ ചിന്തിക്കണം, വാട്ട് ഇഫ് ദാറ്റ് ഇസ് ദ ആക്ച്വൽ ആൻസർ. ഇവഞ്ച്വലി നമ്മളും അല്ലെങ്കിൽ ഞാനും ഒക്കെ എത്തിപ്പെടുന്നത് ആ ഒബ്ജക്റ്റീവ് ആൻസർ. ഞാൻ തിരിച്ചു പോയിട്ട് മേ ബി കൂടുതൽ പഠിക്കാം ഇതൊക്കെ. കാരണം ഞാൻ പറഞ്ഞ ഈ പ്ലഷറും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഞാൻ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെതായ കണ്ടെത്തലുകളിലൂടെ കണ്ടെത്തിയൊരു സാധനമാണല്ലോ. ഇങ്ങനെ ഒരു കണ്ടെത്തൽ ഞാൻ എൻ്റെ സ്റ്റഡിയിൽ ഇത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മേ ബി ഇത് വായിച്ചിട്ട് ലെറ്റ് മീ സി ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നത് അതിന്. ജോസഫ് എൻഗുയൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അത് ഈ ഇടയിൽ ഞാൻ ഹാപ്പിനെസ് വായിച്ച് പോയതിൻ്റെ ഇടയിൽ കിട്ടിയതാണ്. അപ്പോൾ പുള്ളി ഭയങ്കര രസകരമായിട്ട് പറഞ്ഞു, മറ്റേ പണ്ട് പറയും മണി ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൽ എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ ബുക്ക് ഇതിൻ്റെ മെയിൻ സാധനം തിങ്കിങ് ഇസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ സഫറിങ്. പുള്ളി പറയുന്നത് മനുഷ്യൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് സഫറിങ് ഉണ്ടാവുന്നതെന്ന്. ഭയങ്കര രസം. പുള്ളി പറയുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ശരിക്കും നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങളൊരു സാധനം എടുത്തിട്ട് അതിനെപ്പറ്റി ചിന്തിക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് തിങ്കിങ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇല്ലായെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ പെട്ടി ഈസ് ജസ്റ്റ് എ പെട്ടി. പക്ഷെ ആ പെട്ടി കണ്ടുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. എത്ര മനോഹരമായ പെട്ടി, അതെൻ്റെ തിങ്കിങ് ആണ്. അജ്മൽക്കാക്ക് ചിന്തിക്കാം, കറുത്ത കളറിലെ പെട്ടി ഇങ്ങനെ ഒരു മുറിയിൽ ആരെങ്കിലും വെക്കുമോ, ഇതൊരു നല്ല മുറിയല്ലേ, ഐശ്വര്യമുള്ള മുറിയല്ലേ, ഇതിൽ കറുത്ത സാധനം വെക്കാൻ പറ്റുമോ? അത് തിങ്കിങ് ആണ്. അപ്പൊ മനുഷ്യൻ തിങ്കിങ്ങിലൂടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ള അങ്ങനെയൊക്കെ ആലോചിക്കുന്നവരാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഐ തിങ്ക് വി ഷാൾ എൻഡ് ഇറ്റ് ഹിയർ. കുറേ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻസിലൂടെ നമ്മൾ പോയി. നമ്മൾ ഫോക്കസ് ചെയ്തത് അൾട്ടിമേറ്റ്ലി നമ്മുടെ മുമ്പിലിരിക്കുന്ന സ്റ്റുഡൻസിനൊരു ഡയറക്ഷൻ കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഒരു എയിമായിട്ട് എനിക്ക് തോന്നിയത് അതായിരുന്നു. റൈറ്റ്. സോ വിൽ എന്താ പറയുക, മേ ബി എഗെയിൻ ടേക്ക് അവേസ് ഞാൻ ഒന്നുകൂടി എണ്ണി പറയാം. ഷാരിക്ക് യു ക്യാൻ ആഡ്. റൈറ്റ്. ഒന്ന്, നമ്മുടെ യുവർ ടൈം ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളുടെ സമയത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. റൈറ്റ്. ഐ ക്യാൻ കോട്ട് എക്സാമ്പിൾസ് ഓഫ് മെനി പീപ്പിൾ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിട്ടുള്ള നസീഫ് ഈസ് എന്താ പറയുക, IIT ഗാന്ധിനഗറിന്ന് PG കഴിഞ്ഞ് ദെൻ ഹി വെൻ ടു ISB ഫോർ മേ ബി ലാക്സ് ഓഫ് സാലറി. പുള്ളി പറഞ്ഞതിനോട് ISB ഒഴിവാക്കി ഒരു കോളേജിൽ ഞാൻ 6000 രൂപയ്ക്ക് ഒരു അധ്യാപകനായി ചേർന്നു. ദെൻ വൈ? ബിക്കോസ് ഐ വാണ്ടഡ് ടു ഗോ ടു സ്റ്റാൻഫർഡ്. ഇപ്പോൾ പുള്ളി സ്റ്റാൻഫർഡിൽ
PhD ചെയ്യുന്നു. ആ സ്റ്റാൻഫോർഡിൽ PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് എ ടൈം. ISBയിൽ എനിക്ക് ആ സമയം കിട്ടിയില്ല. അതുകൊണ്ട് മേ ബി 2 മണിക്കൂറുള്ള ഒരു സ്ഥലത്ത് ഞാൻ കമ്മിറ്റ് ചെയ്തു, ഒരു ടീച്ചിങ് കമ്മിറ്റ് ചെയ്തു. ദ റെസ്റ്റ് ഓഫ് ദ ടൈം ഐ സ്പെൻഡ് ഫോർ മൈ PhDക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ക്രോർസ് ഫണ്ടിങ്ങിൽ PhD ചെയ്യുന്നു. ടൈം ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് ഞാൻ വീണ്ടും ലൈക്ക് നമ്മുടെ 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ് ആവുന്നത്. 21ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ 20കളിലൊക്കെ എസ്പെഷ്യലി നിങ്ങൾ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം ടു പുട്ട് എന്താ പറയുക, നമ്മൾ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വാല്യൂ നമ്മൾ ISBയിലുള്ള വാല്യൂ അല്ല ഒരിക്കലും സ്റ്റാൻഫോർഡ് പോയുള്ള വാല്യൂ. ആ വാല്യൂ അഡീഷൻ നടക്കുന്നത് മേ ബി നമ്മൾ പണത്തെ ഒഴിവാക്കി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. എനി തോട്ട്സ്? ഐ തിങ്ക് ഇല്ല വളരെ ശരിയാണ്. നമ്മൾ മറ്റേ ക്വിക്ക് റിവാർഡ്സിന്റെ പിന്നിൽ പോയിട്ട് ലോങ് ടേം ലാർജർ ബെനിഫിറ്റ്സ് കളയുന്ന ഒരു അവസ്ഥയായി പോകരുതല്ലോ. അതെ, അപ്പോൾ റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് സമയമാണ്. ആ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കുറച്ച് കാലഘട്ടത്തിലേക്ക് ചിലപ്പോൾ റിട്ടേൺസ് കുറവാണെങ്കിൽ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ലാർജർ റിട്ടേൺസ്, കാണാൻ പറ്റാത്ത മറ്റേ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത റിട്ടേൺസ് നമുക്ക് സ്കില്ലിലൂടെയും അറിവിലൂടെയും കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ റിയൽ ആണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് വി ഷുഡ് തിങ്ക്. നമ്മൾ കുറേ ആലോചിക്കണം. വി ഷുഡ് പുട്ട് എഫേർട്ട്. ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. നമ്മൾ വെറുതെ സമയം കളയരുത്. അതെ, അതായത് തിങ്ക് ചെയ്യാൻ എഫേർട്ട് ഇടണം. യെസ്, അതാണ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് പോയിന്റ്. ഞാൻ അങ്ങനെ പറയും. അതായത് തിങ്ക് ചെയ്യാൻ, അതിന്റെ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റിയിൽ അതിന്റെ വിഷയങ്ങൾ കളക്ട് ചെയ്ത് മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കുന്ന ആ ഒരു എഫേർട്ടിൽ, ആ ഒരു സാധനത്തിൽ എഫേർട്ട് ഇടണം. ഈവൻ നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ എഫേർട്ട് ഇടണം. ഫോർ എവറിത്തിങ് എന്ത് ചെയ്യണം, നമ്മളൊരു ലെവൽ ഓഫ് എഫേർട്ട് ഇട്ടാലേ നമുക്ക് കാര്യങ്ങൾ ഫസ്റ്റ് ലെവലിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയി വരുള്ളൂ. നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യേഷൻ നമ്മൾ ഫസ്റ്റ് ആലോചിക്കുമ്പോൾ ഒരു സംഭവം ഭയങ്കര പ്രശ്നമായിരിക്കും, ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവും. പക്ഷേ വി ഹാവ് ടു സ്റ്റാർട്ട്. ആൻഡ് സ്റ്റാർട്ട് ഇറ്റ്സെൽഫ് ഈസ് ഡിഫിക്കൽട്ട് എന്ന പോയിന്റ് നമുക്ക് വന്നിരുന്നു. തുടങ്ങാനും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. തുടങ്ങുമ്പോഴും തുടങ്ങി കിട്ടാൻ തന്നെ ആ ഒരു മടി എന്നുള്ള സാധനം കഴിഞ്ഞാൽ പിന്നെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ ഒരു കോൺഷ്യസ് എഫേർട്ട് ഇട്ടിട്ടാണെങ്കിൽ പോലും, മനസ്സിലാക്കിയിട്ടാണെങ്കിലും ഒന്ന് ആ ഒരു ഇനീഷ്യൽ പുഷ് കൊടുത്തിട്ടാണെങ്കിലും ഒന്ന് ആദ്യത്തെ പണിയൊന്നും എടുപ്പിച്ച ബാക്കി ന്യൂറോപ്ലാസ്റ്റിസിറ്റി നോക്കിക്കോളും എന്നുള്ളതാണ്. റൈറ്റ്, അങ്ങനെ നമ്മൾ കുറച്ച് എഫേർട്ട്, നമ്മൾ കുറച്ച് പഠിക്കുക, വായിക്കുക, സീക്ക് ചെയ്യുക. റൈറ്റ്, വി ഷുഡ് ഗോ ആൻഡ് സീക്ക് സംതിങ് റാദർ ദാൻ വെയിറ്റിംഗ് ഫോർ സംതിങ് ടു ഹാപ്പൻ. റൈറ്റ്, നമ്മളെന്തോ സംഭവിക്കും, നമ്മുടെ പാഷൻ വരുന്നു. അങ്ങനെയല്ല, പാഷൻ ഈസ് എ സൈഡ് എഫക്ട് ഓഫ് mastering something, right? And then we talked about maybe നമുക്ക് രണ്ടാക്കുള്ള ലെസൺസ്, ഇൻവെസ്റ്റ് മോർ ഇൻ അവർ റിലേഷൻഷിപ്സ്. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ടു ബിക്കം ലൈക്ക് നമ്മൾ കൂടുതൽ ഹാപ്പിയർ ആകാൻ വേണ്ടിയിട്ട്. എന്റെ പേഴ്സണൽ വളരെ സ്ട്രോങ് ടേക്ക് അവേ ആണ്. ഐ ഷുഡ് റീഡ് മോർ ഓൺ ദാറ്റ്. മേ ബി ഒബ്ജക്റ്റീവ്ലി ലോകത്ത് വലിയ ആൾക്കാർ അതിന് ഉത്തരം കണ്ടെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി വി ഷുഡ് ഓൾസോ അക്സെപ്റ്റ് ഇറ്റ്. ആൻഡ് അതേപോലെ തന്നെ ദെൻ വി ജസ്റ്റ് ഡിസ്കസ്ഡ് ഓൺ എന്താ പറയുക, എന്ത് പഠിക്കണം, റൈറ്റ്, ഹൗ വി ഷുഡ് ഗോ അബൌട്ട് തിങ്സ് ഇന്ന് ലൈക്ക് ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിലോട്ട് നമ്മൾ പോയി. എന്തായാലും താങ്ക്സ് ലോട്ട്. ഐ തിങ്ക് വി ഷുഡ് ഹാവ് മോർ ഡിസ്കഷൻസ് ലൈക്ക് ദിസ്. ഇത് കുഴപ്പമില്ലാതെ പോയി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ചെയ്യണം. എന്റെ സാധനങ്ങൾ ഭയങ്കര വ്യത്യസ്തമാണല്ലോ. ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ അധികം ഒന്നും ഇപ്പൊ സംസാരിക്കലേ ഇല്ല. പിന്നെ എന്റെ പോഡ്കാസ്റ്റുകളാണെങ്കിലും മോസ്റ്റ്ലി ഒരു ലൈഫിന്റെ സ്റ്റോറിയും ബിസിനസ് ലെസൺസും അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇത്രയും കുറച്ച് എന്താ പറയാ, ഇത് നമ്മൾ വളരെ ഫിലോസഫിക്കൽ പ്ലസ് കുറച്ചൊരു പ്ലസ്, പക്ഷേ നമുക്ക് തോന്നുന്നു കുറച്ച് പ്രാക്ടിക്കൽ സംഭവങ്ങൾ നമുക്ക് അവസാനം ഇങ്ങനെ സമറൈസ് ചെയ്തും കൂടി വളരെ നന്നായി. അതുകൊണ്ട് കുറെ പ്രാക്ടിക്കൽ സാധനം പുറത്ത് പോയി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ആയി എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എനിക്കും കാണാൻ താല്പര്യമുണ്ട്. താഴെ വന്നിട്ട് നോക്കാം. ഓക്കെ, താങ്ക്സ് ലോട്ട്. താങ്ക് യു വെരി മച്ച്.